ശ്രീനാരായണ യുവജന സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പണികഴിപ്പിച്ചിട്ടുള്ള സഹസ്രാബ്ദ ഗുരുദേവ ചിന്താലയത്തിന്റെ 26ാമത് പ്രതിഷ്ഠാ വാർഷികമായ ഇന്ന് പ്രഭാഷണം നടത്തുന്നത് ഗുരുധർമ്മ പ്രചരണ സഭയുടെ PROയും ശ്രീനാരായണ ഗുരുദേവന്റെയും മഹാകവി കുമാരനാശാനെ കുറിച്ച് കേരള സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള വിവിധ SN കോളേജുകളിൽ മലയാള വിഭാഗം അധ്യാപകൻ, ഗുരുധർമ്മ പ്രചരണ സഭയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും ഗുരുധർമ്മ പ്രഭാഷകനും സാമൂഹിക സാംസ്കാരിക സാഹിത്യ പ്രവർത്തകനുമായിരുന്ന കുട്ടനാട് BN തങ്കപ്പന്റെ പുത്രനും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും പത്രമാസികകളിൽ ലേഖനങ്ങളും ആകാശവാണിയിൽ സുഭാഷിതങ്ങളും യൂട്യൂബിൽ ഗുരുദേവപദം TVയുടെ ഗുരുദേവധർമ്മ പ്രഭാഷണങ്ങളെ കുറിച്ച് അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട പ്രൊഫസർ ഡോക്ടർ സനൽകുമാർ T അവരുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗുരുദേവ നാമത്തിൽ എൻ്റെ പ്രണാമം. പള്ളാത്തുരുത്ത് ശ്രീനാരായണ യുവജന സാംസ്കാരിക സമിതിയുടെ 26ാമത് പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഗുരുധർമ്മ പ്രഭാഷണ വേദി നിങ്ങളെ എല്ലാവരെയും അഭിസംബോധന ചെയ്ത് ഗുരുവിനെ കുറിച്ച്, ഗുരുവിൻ്റെ അനുകമ്പാ ദർശനത്തെക്കുറിച്ച്, മനുഷ്യജീവിതത്തിൻ്റെ സമഗ്ര വികാസത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് കാരുണികനായ ഗുരുദേവൻ പലപ്പോഴായി കൃതികളിലൂടെയും സംഭാഷണ ശകലങ്ങളിലൂടെയും ചില സന്ദർഭങ്ങളിലുള്ള ഇടപെടലുകളിലൂടെയൊക്കെ നമുക്ക് പകർന്നു തന്ന ആ വലിയ കാരുണ്യത്തിൻ്റെ, ആ മാനവ സേവനത്തിൻ്റെ കുറേ അംശങ്ങളെങ്കിലും ഗുരുദേവ ഭക്തരായ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ഇവിടെ ഈ നദിക്കരയിലെ ഈ പ്രകൃതി സുന്ദരമായ കുട്ടനാടിൻ്റെ പാടം നീന്തിയെത്തുന്ന പൗർണമി എന്ന് പറഞ്ഞതുപോലെ ഈ ഓളപ്പാച്ചിലിൽ ഹൗസ് ബോട്ടുകൾ പോവുകയും വരികയും ചെയ്യുന്നത് കണ്ട് ഏതോ നല്ല ടൂറിസ്റ്റ് പ്ലേസിൽ നമ്മൾ എത്തിപ്പെട്ടെന്ന പോലുള്ള സന്തോഷം, നമ്മുടെ സംസ്കാരത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള നദിയും ഓളങ്ങളും എല്ലാം ചേർന്ന് എത്ര പ്രകൃതി മനോഹരമായി ഇടത്ത് വരുവാൻ കഴിഞ്ഞുള്ള സന്തോഷം ആദ്യമേ പങ്കുവെക്കുന്നു. ഇവിടെ യുവജന സാംസ്കാരിക സമിതി പ്രത്യേകിച്ച് ഒരു സംഘടനയ്ക്കും പൂർണ്ണമായും പിടികൊടുക്കാതെ ഗുരുദേവ ഭക്തി മാത്രം കൈമുതലായ ഒരു കൂട്ടം ചെറുപ്പക്കാരും പ്രിയപ്പെട്ട നാട്ടുകാരും എല്ലാം ചേർന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ സംഘടിപ്പിച്ചെടുത്ത ഈ ഗുരുമന്ദിരം ശ്രീനാരായണ ഗുരുദേവ ഭക്തി നിങ്ങൾക്ക് എത്ര ആഴത്തിൽ, എത്ര അഗാധമായിട്ട്, എത്ര ഊർജ്ജസ്വലമായി ഉണ്ടെന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമായി ഞാൻ മനസ്സിലാക്കും. പ്രിയമുള്ളവരെ, ഞാൻ 28 വർഷമായി വർക്കലയിലാണ് സ്ഥിരതാമസം. ഇടയ്ക്കൊക്കെ എൻ്റെ ഇടമായ കുട്ടനാട്ടിലെ എടത്വായി അടുത്ത് കളങ്ങര ഗ്രാമത്തിൽ വന്നു പോകും. വർക്കലയിലാണ് താമസമെങ്കിലും എൻ്റെ മനസ്സെപ്പോഴും ആലപ്പുഴയിലേക്ക് ഓടിയെത്തുന്നതാണ്.
ആലപ്പുഴയുടെ ഭംഗി മതിയാവോളം എത്ര കണ്ടാലും മതിവരാത്ത നമ്മുടെ നാടിൻ്റെ കുറേ നന്മകളുണ്ട്. പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ എന്ന് വയലാറുമൊക്കെ ആലപ്പുഴക്കാരനായ വയലാർ എഴുതിയപ്പോൾ ഇപ്പോഴും ശ്രീനാരായണ ഗുരുദേവനോടുള്ള ആ ഭക്തിയും താല്പര്യവും അക്ഷയദീപം പോലെ കിടാവിളക്ക് പോലെ കാത്തു സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട ഈ പള്ളാത്തുരുത്തിയിലെ ഭക്തർ ജനങ്ങൾ ഗുരുഭക്തിയാണ് അവരുടെ കൈമുതൽ. പ്രഭാഷണത്തിനൊക്കെ പലയിടത്തുനിന്നും വിളിക്കുമ്പോൾ ആലപ്പുഴയിൽ നിന്നോ കോട്ടയത്തു നിന്നോ ഒക്കെ ആണെങ്കിൽ എനിക്ക് വലിയ സന്തോഷമാണ്. കാര്യം അവിടെ നിറഞ്ഞ ഭക്തിയാണ്. അവരുപ്പാണ്. വേറെ ചിലയിടത്തൊക്കെ ഉപ്പിലിട്ടതാണ്. ഉപ്പിൻ്റെ ഗുണം ഉപ്പിനേ കാണും. തിരുവനന്തപുരം ജില്ലയിലൊക്കെ ആലപ്പുഴയും കോട്ടയത്തെയൊക്കെ അപേക്ഷിച്ച് വളരെ പിന്നിലാണ്. എന്നാൽ വിദ്യാഭ്യാസവും സംസ്കാരവും സാമ്പത്തിക നേട്ടമൊക്കെ ഒത്തിരി ഉള്ളവരുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഗുരുദേവന്റെ ദർശനത്തിൻ്റെ ഫലം അനുഭവിച്ചത് അവരാണ്. ജോലി കിട്ടാനും വിദ്യാസമ്പന്നരായി വിദ്യാഭ്യാസം നേടി ജോലി കിട്ടി മെച്ചപ്പെട്ട ജീവിതം കിട്ടി അങ്ങനെ പോകുന്ന ആ തിരക്കിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ സൗകര്യപൂർവം മഹാഗുരുവിൻ്റെ വെളിച്ചമുള്ള വർക്കലയിലോട്ടൊന്ന് കടക്കുവാൻ പറ്റാതെ അവരെവിടേക്കോ കടന്നു പോകുക. അപ്പം കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. ആശാൻ തിരുവനന്തപുരം ജില്ലയാണ്, വർക്കലയിൽ നിന്ന് 5-8 കിലോമീറ്ററുള്ള കായിക്കരയിലാണ്. പക്ഷേ ഗുരുവിൻ്റെ മഹത്വം അറിഞ്ഞ് ആശാൻ പാടുന്നുണ്ട്. അതിനിടയ്ക്ക് എനിക്കൊരു കാര്യം അറിയിക്കാനുണ്ട്. ഇതിൻ്റെ സംഘാടകർ, ഇവിടെ ഇതിൻ്റെ പ്രസിഡന്റ് അനിൽകുമാർ വെളുത്തേരി, ഈ യുവജന സാംസ്കാരിക സമിതിയുടെ ശ്രീനാരായണ യുവജന സാംസ്കാരിക സമിതിയുടെ സെക്രട്ടറി ഉഷാനന്ദൻ ദേവസഞ്ചിറ, അതുപോലെ ആദരണീയരായ ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, എന്നെ ഇവിടേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്ത ബിനീഷ് പുന്നമട, അതുപോലെ അതിനുള്ള നിർദ്ദേശവും അറിയിപ്പും ഒക്കെ കൊടുത്ത പ്രിയ ജ്യേഷ്ഠ സുഹൃത്ത്, ആലപ്പുഴ ജില്ലയിൽ ഗുരുധർമ്മ പ്രചരണ സഭയുടെ വർക്കല ശിവഗിരി മഠത്തിൻ്റെ പോഷക സംഘടനയാണ് ഗുരുധർമ്മ പ്രചരണ സഭ. നമുക്ക് ശിവഗിരി നമ്മളുടെ വത്തിക്കാനാണ്, നമ്മുടെ ആത്മീയമായ തലസ്ഥാനമാണ്. എല്ലാവരും എത്തുന്നിടമാണ് ശിവഗിരി. ഏതു നിലയിലുള്ളവർ വലുപ്പ ചെറുപ്പമില്ലാതെ മഹാഗുരുവിൻ്റെ മഹാസമാധി കൊണ്ട് പുണ്യം നേടിയ ആ ശിവഗിരി മണ്ണിലേക്ക് എത്തിപ്പെടെങ്കിലും ഒരു മാസത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും വരാത്തവരില്ല. അവിടെ ആ ഗുരുധർമ്മ പ്രചരണ സഭയുടെ ഈ ആലപ്പുഴ ജില്ലയിലെ ഊർജ്ജസ്വലനായ ജോയിൻറ്റ് സെക്രട്ടറി പ്രിയപ്പെട്ട മനോഹരൻ ചേട്ടൻ ഇവിടെ. അദ്ദേഹം പരിചയപ്പെട്ട കാലം തൊട്ടേ വലിയ സ്നേഹവും വാത്സല്യവുമാണ്. നമ്മുടെ സച്ചിദാനന്ദ സ്വാമിയുടെ ധ്യാന പരിപാടികൾക്കൊക്കെ വളരെ സഹായമാണ്. മണ്ഡലത്തിലെ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് എല്ലായിടത്തും ഓടിയെത്തുവാൻ വീട്ടിലെ തിരക്കുകളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഗുരുഭക്തയാണ് ഉഷ. അപ്പോൾ ആ ഒരു മനസ്സ് ഇപ്പം തന്നെ ഇവിടെ അദ്ദേഹം ഓടിയെത്തിയിരിക്കും. ഇങ്ങനെയുള്ള നല്ല ഗുരുഭക്തർക്ക് ആരാണ് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ അടിക്കൽ. ഇവിടെയും നല്ല കുറച്ച് ഭക്തരുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഭക്തൻ 1-1.5 ഒരു 10 ഭക്തരുടെ പ്രതിനിധിയായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. കാര്യം ഗുരുദേവൻ നമ്മുടെ ആലപ്പുഴ ഗുരുവിനെ വിളിച്ചു. നമ്മൾ വിശന്ന് വിളിച്ചതാണ്. ചിലർ കല്യാണ സദ്യ കഴിഞ്ഞു വന്നിട്ട് അവർക്ക് വലിയ താല്പര്യമില്ല ഭക്ഷണത്തോടെ, പായസവും കൂട്ടി എല്ലാം കഴിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന് പറഞ്ഞു വരുന്നു. അതേസമയം നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പലതരം വിവേചനങ്ങളുണ്ടായിരുന്നു. പകലന്തിയോളം ജോലി ചെയ്തിട്ട് അങ്ങ് 1 ഏക്കറുള്ളവരുടെ പറമ്പിൻ്റെ അറ്റത്ത് പോയി ഇങ്ങനെ നിൽക്കുക. എപ്പോഴെങ്കിലും ഇവർ വരുമ്പം കണ്ടിട്ട് പറഞ്ഞിട്ട് ഓർമ്മിപ്പിച്ചിട്ട് വേണം കൂലി കിട്ടാൻ. അവരുടെയൊക്കെ പത്താനം നിറയ്ക്കുവാൻ കഷ്ടപ്പെട്ട് വെയിൽ പിടിച്ച് കറുത്തുപോയവരാണ്. നമ്മുടെ കറുപ്പ് അധ്വാനത്തിൻ്റെ കറുപ്പാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ അഞ്ജന ശ്രീധര ചാരുമൂർത്തി കൃഷ്ണനാണ്. അധ്വാനത്തിൻ്റെ മഹത്വം അറിഞ്ഞവരാണ്. ആ പാവം നമ്മുടെ നാട്ടുകാരെ ഗുരുദേവൻ പാവപ്പെട്ടവരെ, സ്നേഹമുള്ളവരെ, നല്ലവർ. അതുകൊണ്ടാണ് ഗുരുദേവൻ ആലപ്പുഴ ജില്ലയിലെ പ്രധാന സ്ഥലങ്ങളിലൊക്കെ വർക്കലയിൽ ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമില്ലാത്ത അന്നത്തെ കാലത്ത് വന്ന്, മാത്രവുമല്ല പള്ളാത്തുരുത്ത് സന്ദേശം ഗുരുദേവൻ ഇടയ്ക്കൊന്ന് അല്പം SNDP പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നാക്കം നിന്ന സമയത്താണ് പള്ളാത്തുരുത്തിലേക്ക് എത്തിയത്.
പൊള്ളാത്തുരുത്തിലെ ആ സംഘടനയൊക്കെ ഉണ്ട്, സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുകയും കാര്യമൊക്കെ ചെയ്യും. അതിവിടെ തൊട്ടടുത്താന്ന് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷം. അന്ന് ഗുരുദേവൻ പറഞ്ഞു, നമ്മുടെ സമുദായ സംഘടന എല്ലാവരെയും ഒരുപോലെ ചേർക്കുന്നതായിരിക്കണം, ജാതി മതങ്ങൾ നോക്കാതെ. ഒരു സമുദായം എന്നുള്ള വാക്ക് ശ്രീനാരായണ ഗുരുദേവൻ ഉദ്ദേശിച്ചത് മനുഷ്യ സമുദായം എന്നുള്ള വിശാലമായ അർത്ഥത്തിലാണ്. ശ്രീനാരായണ ഗുരുദേവന് ജന്മം നൽകാൻ ഭാഗ്യം ലഭിച്ച ഒരു സമുദായത്തിൽ പിറന്നു എന്നുള്ള ഒരു മഹത്വമാണ് നമുക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഗുരു ആ ജനിച്ച സമുദായത്തെയും വളർന്ന സമൂഹത്തെയും എല്ലാം അതിജീവിച്ച് ലോകത്തോളം വളർന്ന് ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലുള്ളവരെല്ലാം സുഖം അനുഭവിക്കട്ടെ. വിശാലമായ ദർശനമാണ്, എല്ലാവരെയും കൂട്ടിയിണക്കുന്നത്. അതായത് അനുകമ്പാമൂർത്തിയായി മാറുന്നു ശ്രീനാരായണ ഗുരുദേവൻ. അപ്പം അദ്വൈതം എന്നുള്ള ദർശനമാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഈ അദ്വൈത ദർശനം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഭാരതീയമായ ദർശന സമ്പ്രദായത്തിൽ പെട്ടതാണ് അദ്വൈത ദർശനം. ദർശനം എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ചയാണ്. നമ്മൾ കാഴ്ച, ഇപ്പം ഹൗസ് ബോട്ട് പോകുന്ന നമ്മൾ കാണുന്നു, സായിപ്പമദാമ, നമ്മുടെ നാട്ടുകാർ, ഇവരൊക്കെ പോകുന്ന കാണുന്നു. അത് നമ്മുടെ പുറം കാഴ്ചയാണ്. ഇനി അകമയുള്ള കാഴ്ചയാണ് ദർശനം. അപ്പം നമ്മുടെ ഈ ലോകത്തെക്കുറിച്ച് ഞാൻ എന്ത്, ഈ ലോകം എന്ത് എന്നുള്ള അകങ്കാഴ്ച, എല്ലാ സൗകര്യം ഉള്ളപ്പോഴും ചിലപ്പം ചിലർ ആത്മഹത്യ ചെയ്ത് കളയും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്ന മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിച്ചതുകൊണ്ട് മാത്രം അവന് സമാധാനം കിട്ടില്ല. ഭാര്യയും മക്കളും ഒക്കെ നല്ല ജോലിക്കാരും സമ്പന്നരും സൗകര്യവും 2 നില വീടും സൗകര്യവും കാറും എല്ലാം ഉണ്ടെങ്കിലും ഉണ്ടാകും. അവൻ്റെ മനസ്സിൻ്റെ വിശപ്പ്, ആത്മാവിൻ്റെ ദാഹം, ഇതൊക്കെ പരിഹരിക്കണമെങ്കിൽ അവന് ബ്രഹ്മവിദ്യ, ആത്മവിദ്യ ഉണ്ടാകണം. ഞാൻ ആരാണെന്നും ഈ ലോകം എന്താണെന്നും ഈ പുറമേ കാണുന്നത് മാത്രമല്ല, ആന്തരികമായി നമ്മുടെ ശരീരം ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യും. പക്ഷേ ഉണ്ടാകുകയോ നശിക്കുകയോ ചെയ്യാത്ത നിത്യമായി നിൽക്കുന്നതാണ് നമ്മുടെ ആത്മാവ്. ഇപ്പം ഗുരുദേവന് തന്നെ ശരീരമെടുത്തപ്പോൾ ശരീരത്തിന് അസുഖങ്ങൾ വരും. അപ്പോൾ ചിലർ ചിന്തിക്കും ഗുരുദൈവമായിരുന്നല്ലോ, ഗുരുവിൻ്റെ അസുഖങ്ങൾ മാറ്റിയേക്ക്. ഗുരുദേവൻ പറഞ്ഞ് ഈ ശരീരത്തിന് വേണ്ടിയോ, അതായത് ഗുരുദേവൻ രോഗപീഠകൾ, അതായത് ഈ ലോക ജീവിതം കഴിഞ്ഞ് ഇവിടുന്ന് പോകണമെങ്കിൽ ശരീരം അല്പം മോശമാകണം. ശരീരത്തിൽ നിന്ന് ജീവൻ പോകണേ, ശരീരം കേടാകുമ്പോഴാണ് ശരീരം മതിയാക്കി ജീവൻ കിളി പറന്നു പോകും. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹം യുക്തിവാദിയൊക്കെ ആയിരുന്നു. അദ്ദേഹം ആദ്യകാലം ഭക്തനായിരുന്നു. മഹാഗുരു, പരിശുദ്ധമായ ജീവിതത്തിൻ്റെ പരമോദാരമായ മാതൃകയായ ഗുരുദേവനും അവസാന കാലഘട്ടങ്ങളിൽ രോഗത്തിൻ്റെ ആ ദുഃഖം, മൂത്രതടസ്സം വല്ലാത്ത ഇതാ. അപ്പോൾ ഗുരുദേവൻ തന്നെ ഇടയ്ക്ക് ചിന്തിക്കുന്നുണ്ട്, നാം അനുഷ്ഠിച്ച കഠിനമായ ബ്രഹ്മചര്യം കൊണ്ടാണോ നമുക്കിങ്ങനെ? ബ്രഹ്മചാരി, ഈശ്വരമാർഗത്തെ സഞ്ചരിക്കുന്നവൻ, മറ്റ് കൊതിയും മോഹവും സ്ത്രീ മോഹങ്ങളോ അങ്ങനെയുള്ള നമ്മൾ ആധ്യാത്മിക മേഖലയിലൊക്കെ ഒത്തിരി തട്ടിപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ ഗുരുദേവനോടുള്ള എല്ലാവരുടെയും ഭക്തി, ഗുരുവിൻ്റെ ആ തെളിഞ്ഞ ജീവിതം, ലാളിത്യത്തിൻ്റെ ആ ഒരു ദൈവികതയായിരുന്നു. ഒറ്റ മുണ്ടും ആ വെള്ള ശുഭ്രവസ്ത്രധാരിയായിരിക്കുക, ഒരു തോർത്തും, അങ്ങനെ ലളിതമായ, സന്യാസി എന്നും പറഞ്ഞ് ഇല്ലാത്ത ആദ്യം ഇതുമെല്ലാം കാണിക്കുന്ന പരിപാടിയില്ല ഗുരു. ലാളിത്യമായിരുന്നു ഗുരു. അങ്ങനെ എല്ലായിടത്തും ഒന്നിൻ്റെയും പുറകെ പോകാതെ തൻ്റെ ജീവിതത്തിൻ്റെ ആ നന്മ കൊണ്ട്, വെളിച്ചം കൊണ്ട് ഗുരുദേവൻ സമാർജിച്ച ആത്മീയമായ അറിവ് ഈശ്വരനെ പ്രസാദിപ്പിച്ച് ഈശ്വരനായി മാറി. ഗുരുദേവൻ 32 വയസ്സിലെ ബ്രഹ്മപദത്തിലെത്തി. അതാണ് അരൂപ്പത്തെ തപസ്. ഇപ്പം നമ്മൾ അരൂപ്പുറം, ഈയിടെ ശിവഗിരി അരൂപ്പുറത്തേക്കുള്ള യാത്രയൊക്കെ പങ്കെടുത്തേച്ച് വരികയാണ്. ഞാൻ ശിവഗിരി മഠത്തിൻ്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചരണ സഭയുടെ PRO കൂടാണ്. അപ്പോൾ അതിനെ സംഘടിപ്പിച്ചൊക്കെ 4-5 വണ്ടി പോവുകയും എടുക്കുകയൊക്കെ ചെയ്തു. ആ യാത്രയിലെ ഈ വേനൽക്കാലത്തും ആ യാത്ര എന്തോ ഒരു നിർവൃതിയാണ്. 1888 ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുകമ്പയിൽ നിന്നാണ് ആ പ്രതിഷ്ഠ ഉണ്ടാകുന്നത്. ഗുരു തപസ്സൊക്കെ നേടി, ഈ അറിവൊക്കെ നേടിയപ്പോളെ ചുറ്റിലും കണ്ട കാഴ്ച ഭീകരമായി. ഗുരുദേവൻ്റെ തന്നെ ഒരു കൃതിയിൽ അതിൻ്റെ സൂചനയുണ്ട്.
സ്പഷ്ടം നിലാവങ്ങു നീങ്ങി, ദിനകരനുദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു, തട്ടി തട്ടി പെരുക്കി പെരുവെളിയതിലാക്കിടുവാൻ പിന്നെയാട്ടെ. ഗുരുദേവൻ ചിന്തിക്കുകയാണ്. ഒരു സാഹിത്യകാരൻ, ഗുരു അറിയപ്പെടുന്ന ഒരു കവിയായിരുന്നു. നമ്മുടെ കുമാരനാശാനേക്കാളും വലിയ കവിയാണ് ഗുരു. നിങ്ങൾ ജനനി നവരത്നമഞ്ജരിയൊക്കെ ചൊല്ലുമ്പോൾ ഓർക്കണം, അതിനകത്തെ ആ പ്രാസം, അതിൻ്റെ ആ ഭംഗി, അതിനകത്തെ ആ ആശയവും പ്രാസവും ഭാഷയും അതിൻ്റെ ദർശനവും എല്ലാം ചേർന്ന് ആ രാജയോഗ ജനനി അവതരിപ്പിക്കുന്ന 9 ജനനി നവരത്നമഞ്ജരി, ദേവിയെക്കുറിച്ചുള്ള 9 രത്നങ്ങളാണ് ആ ശ്ലോകങ്ങൾ ഓരോന്ന്. അതാണ് നവരത്നമഞ്ജരി, 9 രത്നങ്ങൾ ചേർന്ന ആ രത്നപുങ്കുല. മനസ്സിലായി? ഒന്നായ മാമതിയിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ അറിവ് നേടി ഗുരുദേവൻ. അപ്പൊ അതിൽ പറയുന്നു, എനിക്ക് ആധ്യാത്മികമായ അറിവ്, ഈശ്വര സാക്ഷാത്കാരം നേടി ഈശ്വരനായി. പക്ഷേ താൻ മാത്രം, മറ്റുള്ള ജനങ്ങൾ, ബഹുഭൂരിപക്ഷം വരുന്ന 70 തുടങ്ങിയ പിന്നോക്ക ജനവിഭാഗങ്ങൾ ആ കാലഘട്ടത്തിലെ വൃത്തികെട്ട ജാതി വ്യവസ്ഥയ്ക്കിരയായി. ഇടക്കാലഘട്ടങ്ങളിൽ വടക്കുന്നൊക്കെ ഇങ്ങോട്ട് വന്ന ബ്രാഹ്മണര് അന്നത്തെ ഭരണത്തിലിരുന്ന രാജാക്കന്മാരെ അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കണം. ചില ക്ഷേത്രങ്ങളിലുമൊക്കെ ചില പൂജാരിമാർ നമ്മളെ പറഞ്ഞു വരട്ടും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെപ്രാളപ്പെട്ട് അത് ചെയ്യുക ഇത് ചെയ്യുക, ഇതെല്ലാം ചെയ്താലും സമാനം കിട്ടും. ഇത് കഴിയുമ്പം ഒത്തിരി കടം വന്നെന്ന് പറഞ്ഞ് വീട്ടിൽ സംഘർഷമാകും. ഗുരുദേവൻ ലളിതമായി പറഞ്ഞിട്ടുണ്ട്, പൂവും വെള്ളവും മതി പ്രാർത്ഥന. നമ്മുടെ ആളുകൾ കുറച്ച് പേരെങ്കിലും ഇപ്പോഴും സെക്കൻഡ് ഹാൻഡ് ക്ഷേത്രങ്ങളൊക്കെ എടുത്ത് പരിഷ്കരിച്ച് വെച്ച് പിന്നെ അവിടെ അതൊരു ബിസിനസ് ആക്കിയിരിക്കും. നമ്മളെങ്ങും തേടി അലയണ്ട. ദൈവദശകത്തിൽ പറയുന്നില്ലേ, നിന്നിൽ അസ്പന്ദമാകണം ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതിഞ്ഞു ഞങ്ങളെ. കൈവിടാതെ ദൈവം പിടിച്ചിരിക്കുക. കണ്ടോ? നാവികന്നി ഭവാബ്ധിക്ക്. ഇവിടെ തേണ്ടതെല്ലാം ഇത് നദിയാണ്, സമുദ്രം. ഈ ലോകജീവിതമാകുന്ന ഇളകി മറിഞ്ഞ ആ പ്രശ്ന സങ്കീർണമായ ജീവിത കടലിൽ ഇങ്ങനെ നമ്മൾ ഗതിയില്ലാതെ പോകുമ്പോൾ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരം. നമ്മുടെ കപ്പിത്താനാണ്, ആവിക്കപ്പലിനെ നിയന്ത്രിക്കുന്നതിൻ്റെ കപ്പിത്താനാണ് ശ്രീനാരായണൻ. ഗുരുദേവൻ കാണുന്ന ദൈവം, ആ ദൈവം ഗുരുദേവൻ തന്നെ. കണ്ടോ? അപ്പം ഗുരുദേവൻ ചിന്തിച്ചു, കഷ്ടം സ്പഷ്ടം നിലാവ് നീങ്ങി. ഗുരുവിൻ്റെ ആ ഭ്രമകൽപ്പനകളൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ പ്രബലമായിരിക്കും. ജീവിതത്തെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച്, അങ്ങനെ വലിയൊരു വടംവലി ഉണ്ടാകും. കല്യാണം കഴിക്കണോ വേണ്ടി, അത് തന്നെ ഒരു വടംവലിയാണ്. ഇപ്പം പിന്നെ പെണ്ണുങ്ങൾ കുറഞ്ഞു വരുന്നെന്നും ആ പെണ്ണ് കിട്ടാതെ വരുന്നെന്നും ചിലരെ സഹിക്കാൻ വയ്യാതെ വിവാഹം തന്നെ വേണ്ടെന്നും വരുന്നു. ഇപ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷനാണ്. പുതിയ തലമുറ പിള്ളേർ പറഞ്ഞാൽ വിവാഹമൊന്നും വേണ്ടെന്ന്. ചിലയിടത്തൊക്കെ അടിപിടി ഇതൊക്കെ അതിലൊക്കത്തെ പാത്രം എടുത്തെറിയുക, ഇത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ എടുത്തെറിയുക. ഞാൻ രാവിലെ ട്രെയിനിൽ വന്നപ്പോൾ നല്ലൊരു ചിത്രം കണ്ടു, 2 ചിത്രം അനുകമ്പയെക്കുറിച്ച് പറയുന്നത്, പിന്നെ പറയാം. അപ്പോൾ ഇവിടെ അപ്പോൾ സ്പഷ്ടം നിലാവ് നീങ്ങി. നിലാവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭ്രമകൽപ്പനകൾ, നമ്മളിലെ ഭൗതിക മോഹങ്ങളൊക്കെ ഉണർത്തുന്നത്. നമ്മൾ നിലാവൊക്കെ കൊള്ളുമ്പോൾ നമ്മളിലെ പ്രണയവും അതുപോലെ സ്ത്രീമോഹ സ്ത്രീ പുരുഷ മോഹങ്ങളും ഭാവങ്ങളും ശാരീരികമായ ആ പൊടിപ്പും തൊങ്ങലും ഒക്കെ ഉണ്ടാകും നിലാവ്. അപ്പോൾ ആ ഭ്രമകൽപ്പനകളുടെ നിലാവ് മാറി താൻ ആത്മീയമായ സത്യത്തിൻ്റെ ആ സത്യ സാക്ഷാത്കാരം ഉണ്ടായി. ഈശ്വര ചിന്തയതൊന്നീ മനുഷ്യന് ശാശ്വതം. ഈശ്വരനാണ് സ്ഥിരമായിട്ടുള്ള. മർത്യൻ മരണശീലമുള്ളവനാ. കുറച്ച് കഴിയുമ്പോൾ 80, 70, 90 കഴിയുമ്പോൾ ചിലപ്പോൾ അതിനു മുൻപേയൊക്കെ ആയിട്ട് നശിച്ചു. അപ്പോൾ ആ ഈശ്വര തത്വത്തെ സാക്ഷാത്കരിച്ചാൽ ഈശ്വരനായി മാറും. അങ്ങനെ ഈശ്വരനായി മാറിയ ഗുരു നോക്കിയപ്പോൾ ചുറ്റിലും കഷ്ടപ്പാടുകൾ. ഗുരു പറയാണ്, ഗുരു ചിന്തിക്കുകയാണ്, താൻ മാത്രം ഇങ്ങനെ ആത്മാനന്ദം അനുഭവിച്ച് ഈശ്വരനുമായിട്ട് ഇങ്ങനെ താതാത്മ്യം പ്രാപിച്ച് ഇങ്ങനെ സുഖമായിട്ടിരുന്നാൽ അത് ശരിയാണോ? പോരാ. സ്പഷ്ടം നിലാവങ്ങു നീങ്ങി, ദിനകരനുദയം, സൂര്യൻ ഉദിച്ചു. അറിവിൻ്റെ സൂര്യൻ, ജ്ഞാന സൂര്യനാണ് ഗുരുദേവൻ. നമുക്കറിവില്ലായിരുന്നു, അറിവുണ്ടാകണമെന്ന് ഗുരുദേവൻ പറഞ്ഞു. ശിവരി തീർത്ഥാടനം പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസം, ശുചിത്വം, സംഘടന, കൃഷി, കച്ചവടം, ഇതൊക്കെ പറയും. അറിവ് നേടണം. അറിവുണ്ടാകുമ്പോൾ നമുക്കെല്ലാമായി. അറിവും അനുകമ്പയും ഉണ്ടെങ്കിൽ, നമ്മൾ അനുകമ്പാദേശത്തിലോട്ട് വരുമ്പോൾ പറയും, അറിവുണ്ടാകണം. അറിവുള്ളവരെ പറ്റിക്കാൻ പറ്റില്ല.
അറിവും അനുകമ്പയും ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാമായി നൽകുക. അനുകമ്പയുണ്ട്. അപ്പം എൻ്റെ വിഷയം അനുകമ്പ, ശ്രീനാരായണ ദർശനത്തിൽ അനുകമ്പ. ഞാൻ അതിലോട്ട് പടിപടിയായി വരും. അപ്പം ഗുരുവിൻ്റെ അനുകമ്പയാണ് ഈ ലോകസേവനത്തിലേക്ക് നയിച്ചത്. അല്ലെങ്കിൽ എത്രയോ സന്യാസിമാർ എവിടെയെങ്കിലും അവിടെ ഇരുന്ന് കാഞ്ഞു പോയിട്ടുണ്ട്, ആരും അറിയാതെ, അയലോക്കത്തോ ചുറ്റുവട്ടോ. പക്ഷേ ഗുരുദേവൻ തനിക്ക് കിട്ടിയ ബ്രഹ്മവിദ്യ, ആത്മവിദ്യ, ജീവിതത്തെയും മരണത്തെയും സമൂഹത്തെയും എല്ലാം കുറിച്ചുള്ള വെളിപാട് എല്ലാവർക്കുമായി പകർന്നു തന്നു. ഗുരു പറയാത്തതായി ഒന്നുമില്ല. ഗുരുദേവന്റെ ശ്രീനാരായണ സ്മൃതി ഉണ്ടല്ലോ, ഗുരുദേവനോട് ചോദിച്ചും പറഞ്ഞു ഗുരുദേവ ശിഷ്യർ സമാഹരിച്ച ജീവിതത്തിന് ആവശ്യമായത് മുഴുവൻ അതിനകത്ത് എല്ലാത്തെക്കുറിച്ചും ഗുരു അത് വായിക്കുകയും പഠിക്കുകയും നമ്മുടെ മേശപ്പുറത്ത് ഇങ്ങനെ ഇരിക്കണം. ഗുരുദേവ കൃതി ഭാഗവതം വെക്കുന്നതാണൊക്കെ ഗുരുദേവന്റെ സ്വരൂപമാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇനിയും എന്നിട്ട് ഗുരുദേവൻ സുബ്രഹ്മണ്യ കീർത്തനത്തിലെ 12ാമത്തെ ശ്ലോകത്തിലാണ് ഗുരുവിൻ്റെ മനസ്സ് തുറക്കുന്നു. സന്യാസിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പക്ഷേ എങ്കിലും ഗുരു അവിടെ മനസ്സ് തുറക്കുക. ഒരു സാഹിത്യകാരൻ്റെ കൃതിയിൽ ആ സാഹിത്യകാരൻ്റെ ആത്മാംശം, അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്നു വരും. അങ്ങനെ കവി കൂടിയായ, കവീശ്വരൻ കൂടിയായ ഈ കർമ്മയോഗി ഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവൻ ഇത് മനസ്സ് തുറന്നു കാട്ടുന്നു. നിലാവ് നീങ്ങി ദിനകരൻ സൂര്യൻ ഉദിച്ചു. ഉണ്ടോ? അറിവിൻ്റെ സൂര്യൻ ഉദിച്ചിരിക്കുന്നു. ശരിയായ വെളിപാട്, ശരിയായ അറിവുണ്ടാകുമ്പോൾ ഒരു 10,000 ആതിഥേയരൊന്നായി വരുമതുപോലെ വരും വിവേകവൃത്തി. നമ്മൾ ഒരു സൂര്യനെ കാണുന്നതന്നെ വളരെ നേരെ നോക്കിയാൽ നമ്മുടെ കണ്ണഞ്ചി. 10,000കണക്കിന് സൂര്യന്മാർ ഒരുമിച്ച് ഉദിക്കുന്ന പോലെ വെളിച്ചത്തിൻ്റെ ഒരു ഉത്സവമാണ്. അതാണ് അറിവ് നേടിക്കഴിഞ്ഞാൽ. അതുപോലെ ദൈവത്തിന് പകരമായി ശ്രീനാരായണ ഗുരുദേവൻ ഉപയോഗിക്കുന്ന വാക്ക് അറിവ്. ഒരു 10,000 ആതിഥേയരൊന്നായി വരുമതുപോലെ വരും വിവേകവൃത്തി, തിരിച്ചറിവ്. അത് ഇരുളിനെ മൂടും അനിത്യമായയാമി, ഇരുളിനെ ഈർന്നെഴും ആദി സൂര്യൻ, അറിവിൻ്റെ സൂര്യൻ. അപ്പം ദിനകരുകയും ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു, നിലാവ്, ഭ്രമകൽപ്പനകളുടെ മനസ്സിലെ ഈ ഉറയ്ക്കാത്ത ചിന്തകൾ പടർന്നു കിടക്കുന്ന മാറി, കാറും ഗോളും ഒക്കെ ഒഴിഞ്ഞ് ആകാശം തെളിഞ്ഞ് അറിവിൻ്റെ സൂര്യനുദിച്ച് ആ അറിവിൻ്റെ വെളിച്ചം, ഉറച്ച വെളിച്ചം, തെളിഞ്ഞ വെളിച്ചം. ചന്ദ്രൻ മറഞ്ഞു, തട്ടി പെരുക്കി പെരുവളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. ഉണ്ടോ? നമുക്കിപ്പം ഭക്ഷണം കഴിക്കുന്നതിലും നമ്മുടെ ഒരു സുഹൃത്ത് വന്ന് അവരുടെ കൂടെ കഴിക്കാം, കുറച്ചുകൂടെ കഴിയട്ടെ. അതാണ് കാരുണ്യം. ഇനി അതൊക്കെ പിന്നെ മതി. ഗുരുവിന് വേണമെങ്കിൽ ഇനിയും ഉയർന്ന് വേണമെങ്കിൽ ദൈവത്തിൻ്റെ മേഖലയിലോട്ട് അങ്ങ് പോകാം. ദൈവത്തിൻ്റെ ആളായി ദൈവ സാക്ഷാത്കാരം നേടി, ഈശ്വര സാക്ഷാത്കാരം തപസ്സിലൂടെയാണ്. തപസ്സെന്ന് ഞാൻ ചൂട് പിടിപ്പിക്കല, സ്വയം മറന്ന് തപസ്. സ്വയം മറക്കുമ്പോഴാണ് എന്നും ഓർക്കുന്നതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. വലിയ ശാസ്ത്രജ്ഞന്മാരുമൊക്കെ അവർ ഇങ്ങനെ ഇരുന്ന് എല്ലാം മറന്ന് അവരുടെ ആ ലക്ഷ്യം കണ്ടുപിടിക്കാൻ, നമുക്ക് ചികിത്സയ്ക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന റേഡിയോ ഒക്കെ കണ്ടുപിടിച്ച നമ്മുടെ ആ വനിത, അവർക്ക് ഇതിൻ്റെ വികിരണങ്ങൾ, ഇതിൻ്റെ രശ്മികൾ ഏറ്റ് അവരുടെ ആരോഗ്യ പ്രശ്നം ഉണ്ടായവർ അകാലത്തിൽ പോകും. അപ്പം സ്വയം മറക്കുമ്പോഴാണ് എന്നും ഓർമ്മിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മളൊരു ജോലി ചെയ്യാനുള്ള എല്ലാം മറന്ന്, നല്ല ഡോക്ടർമാർ ചിലപ്പോൾ രോഗിയുടെ അടുക്ക കിടന്ന് ഉറങ്ങും. ഇപ്പം പിന്നെ കത്രിയൊക്കെ അകത്തായി പോയെന്ന് പറയുന്ന കാലമാണ്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലും ഇത് പറ്റുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ആലപ്പുഴക്കാർ പാവങ്ങളാണ്, ഇവരെവിടെങ്കിലും കണ്ടിച്ചേച്ച് മുറുക്കി പോകുന്നതാണ്. എൻ്റെ മോനും ഡോക്ടർ, അവനോട് ഞാൻ, പക്ഷെ അവൻ വളരെ ശ്രദ്ധയോടെ ഓരോന്ന് ചെയ്യുന്നു. ഒരിക്കൽ വീട്ടിൽ വന്ന് അവന് തിന്നാൻ നല്ല കറിയൊക്കെ ഉടനെ പാഞ്ഞു പോന്നു. ഒരു രോഗിയെ അവൻ്റെ ഒരു കൂട്ടുകാരത്തി, അവൾ ശ്രദ്ധയില്ല, അവൾ ഫോണും കളിച്ചു പോകും. ആ രോഗി വല്ലതും പയ്യ അവൻ കണ്ടതാണല്ലോ എന്നുണ്ട്, ഉടനെ തിരിച്ചു. അപ്പം ഞാൻ ഓർത്ത് അവൻ എൻ്റെ മനുഷ്യത്വം കിട്ടിയിട്ടുണ്ടല്ലോ എന്നോർത്ത സമാധാനം. മറ്റുള്ളവരെ കുറിച്ചുള്ള പരിഗണനയാണ് ശ്രീനാരായണ ദർശനം. അവനവൻ്റെ മാത്രം കാര്യം ശ്രീനാരായണ ഗുരുവിന് ഇഷ്ടമല്ല. അന്യർത്തൻ ആർത്തിയാൽ തന്നകമാർദ്രമായി, അതാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ സന്യാസികളില്ലിങ്ങനെ ഇല്ലമിയെന്നോ വന്യാശ്രമമേലും നവരും ശ്രീ ഗുരുമൂർത്തി എന്ന് കുമാരനാശാപ്പാണ്.
സന്യാസ ജീവിതത്തിലെ ഇതുപോലൊരു വ്യത്യസ്തനായ സന്യാസി. സന്യാസത്തിന് പുതിയ അർത്ഥം കൊടുക്കുക. സന്യാസി എന്ന് പറഞ്ഞാൽ മുട്ടയടിക്കതും കാവിയിടലും ഇതൊന്നും അല്ല. പരോപകാരിയായിരിക്കണം സന്യാസി. ഒരു സ്വാർത്ഥ ചിന്തയും കൂടാതെ ആ ലോകരുടെ, ഗുരുദേവൻ പറയുന്നുണ്ട്, ലോകരുടെ ദുഃഖമില്ലാതാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ജനങ്ങളുടെ ജീവിത ദുരിതത്തിന് പരിഹാരം കണ്ടെത്തുന്നതാണ് എൻ്റെ ലക്ഷ്യം. അതാണ് ഗുരുവിനെ വ്യത്യസ്തനാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ നാടും വീടും എല്ലാം വിട്ട് ജനോപകാരം, ഈ ലോകത്തെ, കേരളത്തെ പൊളിച്ചടുക്കി പുതിയ കേരളം, നവീന കേരളം, ആധുനിക കേരളം നമുക്ക് തന്നെ ആ ഗുരുദേവൻ ഉണർത്തിവിട്ട ബോധമാണ് ഇപ്പോഴും പല പല തിരക്കുണ്ടെങ്കിലും നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഞാനും വർക്കലയിൽ നിന്ന് വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് 4:30 എൻ്റെ സുഹൃത്തിനെ വിളിച്ച് ഉണർത്തി ഞങ്ങൾ രണ്ടുപേരൂടെ നേരത്തെ കൂട്ടി വന്ന് ഇവിടെ ഇതായി. ഗുരുവിൻ്റെ കാര്യം, ഗുരുദേവനാണ് നമുക്കെല്ലാം അഡ്രസ്സ് ഉണ്ടാക്കി തന്നെ. പോസ്റ്റ്മാൻ എവിടെയാണെന്നറിയാതെ പാടുപെടുമായിരുന്നു. നമുക്കെല്ലാം ഒരു അഡ്രസ്സ്. ഇപ്പം ഞാൻ തന്നെ ഗുരുഭക്തനായിരുന്നു. എൻ്റെ അച്ഛന് കുട്ടനാട് വി എൻ തങ്കപ്പൻ സാറ്, അദ്ദേഹം ഗുരു പ്രവർത്തനമൊക്കെ ആയിരുന്നു. അച്ഛൻ ഈ കാര്യം SNDP പോകുമ്പോൾ ഞാൻ എല്ലാ സഹായം ചെയ്തു കൊടുക്കും. സൈക്കിൾ കഴുകി റെഡിയാക്കി എണ്ണയൊക്കെ ഇട്ടാൽ പമ്പരം പോലെ ആക്കി കൊടുക്കും. അച്ഛന് പാടുവരായിരിക്കാൻ അച്ഛനോടുള്ള സ്നേഹം ഗ്രീസിട്ട് എണ്ണയിട്ട് അച്ഛൻ്റെ ചെരുപ്പ് വരെ കഴുകി തുടച്ചു കൊടുക്കുമായിരുന്നു. ഇനി ചെരുപ്പ് പൊട്ടിപ്പോയാൽ നമ്മൾ മേടിച്ച പുതിയ ചെരുപ്പ് അച്ഛന് കൊടുക്കും. അങ്ങനെ അച്ഛന് ഗുരുകാര്യത്തിന് പോയതുകൊണ്ടാണ് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം SM കോളേജിൽ ഒരു സാറാകാനും ഒരു പുതിയ കോളേജിൻ്റെ പ്രിൻസിപ്പലാകാനും എനിക്ക് സാധിച്ചു. ഞാൻ 3 വർഷം 5 രൂപ പോലും മേടിക്കാതെ ഒത്തിരി പേര്, എല്ലാ നാനാജാതി മതസ്ഥരെ അവരെല്ലാം BA, BSc, BComകാരാകാൻ ഞാൻ 3 വർഷം പീരുമേട്ടിൽ പോയി കഷ്ടപ്പെട്ട് 3 റാങ്കും മേടിച്ചു കൊടുത്ത് പിന്നെ എൻ്റെ കുടുംബം നോക്കി പോയി. അവസാനം കുടുംബവും വേണമല്ലോ, വിട്ടുകൾ കുമാരനാശാൻ്റെ അവസ്ഥ ഉണ്ടാക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതാണ് ഗുരുദർശനം പറയുന്ന ഒരു കാര്യം. അത് അനുകമ്പയിൽ നിന്നാണ്. അപ്പം നിലാവങ്ങ് നീങ്ങി അപ്പം അതെല്ലാം പിന്നെയാട്ടെ. തനിക്ക് ഗുരുദേവന് വേണമെങ്കിൽ പുതിയ പുതിയ ആത്മീയ മേഖലകളിലോട്ട് ഉയർന്നുയർന്ന് ഇങ്ങനെ പോകാം. ബ്രഹ്മവിത്ത് വരൻ, ബ്രഹ്മവിത്ത് വരീയാൻ, ബ്രഹ്മവിത്ത് വരിഷ്ഠൻ, ഇങ്ങനെ ഇതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട്. പക്ഷെ മനുഷ്യൻ്റെ ഒരു സ്വഭാവം എത്ര കിട്ടിയാലും മതിയാകത്തില്ല. ശരിയല്ലേ? ഏതെങ്കിലും പണക്കാർ എനിക്ക് പണം മതിയെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. കിട്ടുന്തോറും വാർത്ത ഈ അഗ്നിയുടെ കണക്കാണ്. കത്തുന്തോറും അതിനകത്ത് ഇട്ട് കൊടുക്കും. ഇടുന്തോറും കത്തും, കത്തുന്തോറും ഇടുന്തോറും കത്തും. മതി എന്ന് പറയാൻ തിന്ന് മാത്രമാണ് മനുഷ്യനെ നിറയ്ക്കുക. മതി വയറ് പൊട്ടമാകുമ്പോൾ ബാക്കി ഒരു കാര്യത്തിനും. അതിനെക്കുറിച്ചും ഗുരുദേവൻ പറയുന്നത് നമുക്ക് തൃപ്തിയാണ് ആവശ്യം. അധികമായ കൊതി പാടില്ല, അത് സ്വസ്ഥത തരില്ല. കുറച്ചായാൽ മതി. നമുക്കൊരു പ്ലേറ്റ് ചോറുണ്ടെങ്കിൽ നമ്മൾ കഴിക്കണം, 2 പ്ലേറ്റ് ചോറുണ്ടെങ്കിൽ അടുത്ത ആളിന് കൊടുക്കണം, അയൽവക്കത്തുകാരന് കൊടുക്കണം. നമ്മുടെ കിണറ്റിലെ വെള്ളം നമ്മുടെ മാത്രം കോരാനല്ല, അയൽവക്കത്തുകാരൻ്റെ പറമ്പിൻ്റെ അടിയിൽ കൂടെയും ഊറി വന്ന വെള്ളമാണ് നമ്മുടെ കിണറ്റിലെ വെള്ളം. നമ്മുടെ സ്ഥലത്തായി പോയത് നമ്മുടെ ഒരു ഭാഗ്യം. നമുക്ക് അവർ വന്ന് ചോദിച്ചു കോരാം, അല്ലെങ്കിൽ ചോദിക്കാതെ കോരാനും അവർക്ക് അനുമതി കൊടുക്കാം. ചിലരത് കൊടുക്കാതിരിക്കാൻ വേണമെങ്കിൽ അതിനേക്കാളും വലിയ പട്ടിയെ വളർത്തിക്കളയും. അപ്പോൾ ചില ബന്ധുക്കളുടെയൊക്കെ വീടുകളിൽ ആൾക്കാർ കയറാതെ പോകും. ആളുകൾ സ്നേഹമുണ്ടാകും, പക്ഷേ പട്ടിക്ക് അത്രയും സ്നേഹമില്ല. വലിയ സൈസ് പട്ടിയാണ്. പട്ടി പിടിച്ച് അവിടെ എവിടെയും കടിച്ചാൽ പിന്നെ പൂക്കൾ ചുറ്റും ഇഞ്ചക്ഷനും പ്രശ്നമൊക്കെ. അപ്പം നിങ്ങളോട് സ്നേഹമാണ്, പട്ടിയോട് അത്രയും സ്നേഹമില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ അനുകമ്പ നഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഗുരുദേവൻ അവരിൽ പറയുന്നു, അതൊക്കെ പിന്നെയാട്ടെ, കഷ്ടം ദീനം പിടിച്ചോ മതിരേത് കുടിച്ചോ കിടക്കുന്ന ലോകം. ഇവിടെ ഗുരുവിൻ്റെ കാരുണ്യമാണ്. കഷ്ടം. ഗുരുദേവൻ കരഞ്ഞു. പിറന്നു വീണപ്പോഴും കരയാതിരുന്ന ഗുരുദേവൻ കരഞ്ഞു. അരുവിപ്പുറം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവേളയിലെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ഈഴവർ തൊട്ട് സാധാരണക്കാരെ ഇതൊന്നും അനുവദിക്കാതെ കുറച്ച് അവന്മാർ, കുറേ വിവരദോഷികളെന്ന് ഞാൻ പറയുന്നു. എല്ലാ മതത്തിലും നല്ലവരുമുണ്ട്, എല്ലായിടത്തും ഉണ്ട് പ്രശ്നക്കാരുമുണ്ട്. ഇതൊന്നും നമുക്ക് തരാതെ അച്ഛൻ്റെ തന്നെ ഒരു കവിതയെ പറയും, പണ്ടിവിടുത്തെ മേലാള തണ്ടിലിരുന്ന് ഭരിച്ചപ്പോൾ അധികാരത്തിന് അപ്പക്കഷ്ണം തട്ടിയെടുത്ത് ഭുജിച്ചപ്പോൾ. കേട്ടോ, പണ്ടിവിടുത്തെ മേലാള തണ്ടിലിരുന്ന് ഭരിച്ചപ്പോൾ അധികാരത്തിന് അപ്പക്കഷ്ണം തട്ടിയെടുത്ത് ഭുജിച്ചപ്പോൾ
ആട്ടിയകറ്റി ഈ ദൂരത്തിൽ അടുത്ത് നിൽക്കാൻ പോലും സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ പൂർവിക വർഗത്തിൽ വിദ്യാലയവും ദേവാലയവും ഞങ്ങൾക്കന്ന് തുറന്നില്ല, വഴിയിൽ കൂടെ നടക്കാനും ഞങ്ങൾക്ക് അനുമതി തന്നില്ല. ഇതൊരവസ്ഥയായിരുന്നു, ഓർക്കണേ. ഇന്നിപ്പോൾ നമ്മൾ സഹിക്കുമോ? ഇതൊക്കെ നേരത്തെ തന്ന കാര്യമല്ലേ? നമ്മളൊക്കെ ഭീകരപ്രവർത്തകരായിപ്പോയി. അന്യായമൊന്നും ഇപ്പോൾ ആരും സഹിക്കത്തില്ല. സഹിക്കാൻ പറ്റും. ഞങ്ങൾ രാവിലെ ട്രെയിനിൽ കയറിയപ്പോൾ ഞങ്ങൾ 2 സീറ്റ് റിസർവ് ചെയ്ത ഒരു ചേട്ടനും ചേച്ചിയായിട്ട് കൊച്ചു വർത്താനം പറഞ്ഞിരുന്ന, എന്നിട്ട് അങ്ങോട്ട് ഇരിക്കുന്നു. ഞാൻ ഇച്ചിരി ആദ്യമേ മര്യാദ കാണിക്കും, കുറച്ച് കഴിഞ്ഞ് സ്വഭാവം മാറ്റും. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു നമ്മുടെ സീറ്റാ. അവർ രണ്ടുപേരും വർത്താനം പറഞ്ഞ് ഭാര്യയോ ഭർത്താവോ ഇനി അഡ്ജസ്റ്റ്മെൻ്റ് ആണോ നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണല്ലോ ചിലരൊക്കെ പാവപ്പെട്ടവർ കൊണ്ടുവന്ന് ഭാര്യയെ കൊണ്ടുവന്ന് ട്രെയിനാക്കും, കയറുമ്പോഴേ വേറൊരു ചേട്ടൻ്റെ മടിയിൽ തലയും വെച്ചിരിക്കുക. പാവം ഇതറിയുന്നു. ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അങ്ങനെ ഡെഡ് ബോഡിയായി. ഇതാണ് ചിലർ ജോലിക്ക് പോലും വിടാൻ സമ്മതിക്കാത്തത്. പിന്നെ അവർക്കും ജോലിയാവും. ഇങ്ങനെ ആത്മാർത്ഥമില്ലാത്ത ഒത്തിരി പേരുണ്ട്. എത്രയോ ജീവിതശുദ്ധി ഇല്ലാത്തവരുണ്ടെന്ന്. ആ ജീവിതശുദ്ധിയാണ് ഗുരുദേവൻ നമുക്ക് കാണിച്ചിരുന്നത്, ഗുരുദേവൻ്റെ തെളിഞ്ഞില്ല. പിന്നെ ആട്ടെ കഷ്ടം, ദീനം പിടിച്ച അസുഖം. ഇന്നത്തെ പോലെ ചികിത്സാ സൗകര്യമൊന്നുമില്ല. ദീനം പിടിച്ചോ മതിരേത് കുടിച്ചോ സങ്കടം സഹിക്ക വയ്യാതെ വെള്ളമടി. നമ്മൾ ഈ ബിവറേജസിലൊക്കെ പലരും നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ അവരെക്കുറിച്ചല്ല സങ്കടം, വീട്ടിലെ എന്തോ പ്രശ്നമുണ്ട്. ആ ചേച്ചി കുറച്ചുകൂടെ സ്നേഹമായിട്ട് ചേട്ടൻ വാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചേട്ടൻ ഇവിടെ വന്ന് കുടിക്കില്ല. ചേട്ടൻ പണിയല്ല, നിങ്ങളിവിടെ പോയി കിടക്കാനും പിള്ളേരും കുറേ ഉണ്ടല്ലോ. ഇങ്ങനെ ചേട്ടനെ ഇങ്ങനെ ഗോഷ്ഠി കാണിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ അപ്പോഴേ അടുത്ത വണ്ടിക്ക് ഒട്ടയ്ക്ക് കയറി ഞാൻ പോയിച്ച് വരാമെന്ന് പറഞ്ഞു. സ്നേഹത്തോടെ പെരുമാറും. നല്ല സ്നേഹത്തിൽ കഴിയുന്ന ചേട്ടന്മാർ മോശമാകത്തില്ല. എനിക്കറിയാവുന്ന ഒരാൾ കുടി നിർത്തി. ഞാൻ പറഞ്ഞടാ നീ കുടി നിർത്തി, നല്ല കാര്യം, നിനക്ക് ഞാൻ ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു തരാമെന്ന്, അല്ലെങ്കിൽ ജ്യൂസ് മേടിച്ചു. അപ്പോൾ എന്താ അതിൻ്റെ കാര്യം? ഞാൻ പറയാം, ഞാൻ കുടിച്ചേച്ചൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ വലിയ സങ്കടം, എന്നെ ഒന്നും പറയത്തില്ല, എന്നാലും അവളുടെ സങ്കടം കാണാൻ വയ്യാതെ ഞാൻ നിർത്തി സാധനം. എങ്ങനെയുണ്ട്? ഇതാണ് നയം. ആ സമയം ചീത്ത പറയാൻ അവരുടെ അച്ഛൻ്റെ അച്ഛനെയൊക്കെ പറഞ്ഞ് സ്നേഹമാണ് ആവശ്യം. എൻ്റെ ഭാര്യ രാവിലെ എനിക്ക് ഓട്സൊക്കെ കാച്ചി തന്നു. നയമാണ് ആവശ്യം. അപ്പം പിന്നെയാട്ടെ കഷ്ടം, ദീനം പിടിച്ചോ മതിരേത് കുടിച്ചോ മദ്യം കുടിക്കുക. വിഷമം വരുന്നിട്ട് ആ മനപ്രയാസത്തിൽ നിന്ന് മദ്യം കുടിക്കുന്നവരുണ്ട് പലരും. അങ്ങനെ കിടക്കുന്ന ലോകര് അവർക്കുത്തിഷ്ടോ തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോ. പിന്നെ അതിനകത്ത് വേറൊരു ചിത്രം ഉണ്ടോ? അപ്പൊ അന്നത്തെ ആളുകൾ വളരെ ദയനീയമായിരുന്നു അവരുടെ അവസ്ഥ. ഇന്നിപ്പം നമുക്ക് നല്ല ഭക്ഷണമുണ്ട്, നല്ല വസ്ത്രമുണ്ട്, നല്ല ജോലിയുണ്ട്. നമ്മുടെ മക്കളൊക്കെ ഇപ്പം ലോകം ഒട്ടുക്ക് പോയി പഠിക്കുക. ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും UK യിലും US ലും എല്ലാം പിള്ളേർ അന്താരാഷ്ട്ര മേഖലയിലാണ്. കല്യാണം പോലും വീട്ടുകാർ ബുദ്ധിമുട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് അവർ വരുമ്പോൾ അവരൊന്ന് സ്വീകരിച്ചിരുത്തിയാണ്. നമ്മൾ മറ്റേ അന്വേഷിക്കണം, ജാതകം ചേരുവോ, വീട്ടുകാർ തമ്മിൽ ചേരുവോ, അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രശ്നം. പക്ഷേ ഇപ്പോളെ പിള്ളേരെല്ലാം കഴിഞ്ഞാൽ വരുന്നത്. പിള്ളേർ അന്താരാഷ്ട്ര മേഖലയാണെന്നോ പെണ്ണെത്തുമെന്നും ഇപ്പോൾ വളരെ നിസ്സാരമായിട്ട് പെൺകുട്ടികൾ പോലും ലോകത്തെവിടെയും പോയി വരിക. അങ്ങനെ ലോകത്തുള്ള എല്ലാവരുടെയുമായി മാറുന്ന വലിയൊരു പരന്ന രീതിയിലിട്ട് ലോകം മുഴുവൻ നമ്മുടെ കൈപ്പിടിയിലാകുന്ന. ഇപ്പം ഈ ഫോണിനകത്ത് നോക്കിയാൽ മതി ലോകത്ത് എവിടെ എന്ത് നടക്കുന്ന എല്ലാം. നമുക്കിനിയും പത്രവായനയൊക്കെ ഇപ്പം നിന്നു. എവിടെയെങ്കിലും ചരിയുമ്പോൾ ഫോൺ നോക്കും, എന്ത് നടക്കുന്നു, ആരാണ് എന്താണെന്ന് നടക്കും. നമ്മുടെ പിള്ളേർ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ചില മിടുക്കന്മാർ പിള്ളേർ ഫോണിൽ നോക്കും. ടീച്ചർ വരുമ്പോൾ അവർ പുസ്തകം, പരീക്ഷാഹാളി വരെ സൂക്ഷിച്ചില്ലേ അവർ ഫോൺ വെച്ച് എഴുതി കളയും. അപ്പോൾ അത്രമാത്രം ലോകം പുരോഗമിച്ചു. അപ്പം അന്നത്തെ ആ അവസ്ഥ, ആ ദയനീയമായ അവസ്ഥ, കട്ടപിടിച്ചൊരു കൂരികളിൽ കഷ്ടപ്പാടിൻ തടവറയിൽ നട്ടം തിരിയും നാളുകളിൽ ശബ്ദമുയർന്നു കാതുകളിൽ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ആ വാക്കാണ് ഗുരുദേവൻ എപ്പോഴും ഈ പറഞ്ഞൊക്കെ. മനുഷ്യരോട് അബോധമുള്ളവരാ മനുഷ്യർ. ഇപ്പം നിങ്ങൾ അനുകമ്പയുള്ളപ്പോൾ മനുഷ്യരാ, അനുകമ്പ ഇല്ലെങ്കിൽ എന്തോന്ന് ഗുരു അനുകമ്പാദശകത്തിൽ പറയും. മനുഷ്യനെ നിർവചിച്ചത്, അതായത് മതങ്ങൾക്ക് അതീതനായ മനുഷ്യൻ, മറ്റാരും ഈ മധുരാക്ഷര മന്ത്രം ഓതിയില്ല. മതങ്ങൾക്കുപരിയായി മനുഷ്യനെ കണ്ട പരശുരാമൻ കേരളം വീണ്ടെടുത്തതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ
മനുഷ്യത്വം കെട്ടുപോയി, മനുഷ്യന് മനുഷ്യത്വം നഷ്ടപ്പെട്ട് മനുഷ്യത്വമില്ലാത്തവരുടെ ചവിട്ടി മെതിച്ച ഇപ്പം ഫോൺ സാങ്കേതിക വിദ്യ മാറ്റിവെക്കാൻ പറ്റുമോ? ഇനിയുള്ള കാലത്ത് ഇംഗ്ലീഷ് പഠിക്കണം. പുതിയ തലമുറയ്ക്ക് ഇംഗ്ലീഷിൻ്റെ ആവശ്യം അറിയാമല്ലോ. ലോകത്തെവിടെ പോണേലും അന്താരാഷ്ട്ര ഭാഷയായി ഇംഗ്ലീഷ് വേണം. സംസ്കൃതത്തിൽ നമ്മുടെ അറിവുകളെ നേടാൻ സംസ്കൃതം വേണം. സംസ്കൃത പാഠശാലകളുമൊക്കെ അന്ന് ചെയ്തു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള മുന്നൊരുക്കം ചെയ്തു. തൊഴിൽ മേഖലയിൽ, അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലേക്കും ഗുരുവിൻ്റെ ദർശനം, ഗുരുവിൻ്റെ കാരുണ്യം, ആ പൂർണ്ണമായ ദർശനത്തിൻ്റെ പ്രത്യക്ഷ ഫലമായി സ്നേഹപൂർവമായ ഇടപെടലുകളുണ്ടായതാണ്. അപ്പോൾ അനുകമ്പ, ഗുരുദേവ ദർശനം എന്ന് പറയുന്നത് അദ്വൈതമാണ്. അപ്പോൾ പോട്ടെ, പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഫോണെല്ലാം ഇപ്പം പല മനുഷ്യബന്ധങ്ങളെല്ലാം കുറയുകയാണ്. ഞാനൊക്കെ ഫോൺ ഉപയോഗിക്കും, അത്യാവശ്യം ഫോൺ കോള്, വാട്സപ്പിൽ വല്ല മെസ്സേജ് അതൊക്കെ നോക്കും. അല്ലാതെ ഈ ഫോണിനകത്ത് എന്തെല്ലാം ഉണ്ട്. ഇതെല്ലാം കണ്ടിരുന്നാൽ രാത്രി 10 മണിയായാലും 12 ആയാലും 2:30 ആയാലും ഉറങ്ങാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കോഴിദീനം വന്ന കണക്ക് നമ്മൾ ഇങ്ങനെ വയ്ക്കും. നമ്മുടെ ജോലി നന്നായി ചെയ്യാൻ പറ്റാതെ. അപ്പം ഇതിനെ നിയന്ത്രണത്തോട് ഉപയോഗിക്കേണ്ടതാണ്. ഈ ഫോൺ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ പിള്ളേരോടൊക്കെ പറയണം. എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു, അവന് BBS ഒക്കെ കഴിഞ്ഞു, ഇനി അടുത്ത സ്പെഷ്യലൈസേഷൻ MDക്ക് പഠിക്കുക. ഞാൻ പറഞ്ഞു, മോനെ ഒരു ഫോൺ മേടിച്ച് തരാം. വേണ്ട ചാ, വേണ്ട, ഇപ്പം വേണ്ട, ഇപ്പം ഞാൻ പഠിക്കുക, അതുമല്ലോ ഇത് മതിയാകും. അപ്പം എനിക്ക് സന്തോഷം തോന്നി. സാറിനെ കൊതി പിടിച്ച് ഇതാ എന്ന് പറഞ്ഞ് രക്ഷകർത്താക്കളെ പീഡിപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചിക്കൻ മേടിച്ച് തന്നില്ല ആത്മഹത്യ ചെയ്യുന്ന പിള്ളേരാണ്. അല്ലെങ്കിൽ അവർ കോമ്പസിന് വന്ന് കുത്തും, നമ്മളങ്ങ് മറന്നുപോയി കാണും. ചിക്കൻ നമ്മൾ പിന്നെ ഓർക്കുന്നത് ചെക്കനാണല്ലോ, ചിക്കനല്ല ഇത് ചെക്കൻ. ചെറിയ കാര്യം മതി. ഈയിടെ ഒരു ഡോക്ടർ ദക്ഷിണേന്ത്യയിൽ തന്നെ വളരെ ശ്രദ്ധേയനായി ധാരാളം കിഡ്നിയൊക്കെ മാറ്റിവെക്കലും കാര്യമൊക്കെ ചെയ്ത വളരെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറെ 50 ലക്ഷം രൂപയൊക്കെ ഒരു മാസം കിട്ടുന്നതാണ്. എന്നിട്ട് ആ ഡോക്ടറെ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പുള്ളിയുടെ കൈ ശകലം വിറയ്ക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ പുള്ളി ആത്മഹത്യ ചെയ്തു. നമ്മുടെ കഴിവുകൾ ഓരോന്നും കുറയും. ഇപ്പം 25-ാം വയസ്സിൽ ബൈക്ക് ഓടിച്ചാണെങ്കിൽ എനിക്കിപ്പോൾ ഓടിക്കാൻ പറ്റുമോ? ദൂരയാത്രകൾ ചെയ്യുന്നെങ്കിൽ കൂടെ ഒരാളെ കൂടെ കൊണ്ടുപോകും. മംഗലാപുരത്തൊക്കെ പോകണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകത്തില്ല. രാത്രിയിലാണ് വരുന്നെങ്കിൽ ഇപ്പം ആണെന്നോ പെണ്ണെന്നോ നോക്കില്ല, ആർക്ക് എപ്പോഴും അടി കിട്ടുന്ന കിഡ്നി എടുക്കാൻ അടിച്ചുകൊണ്ട് പോകും. ഇപ്പം ആരെ കിട്ടിയാലും മതിയെന്നുള്ള അവസ്ഥയാണ്. ഇപ്പം നമ്മുടെ ഏത് മേഖലയിലും പരിചയമില്ലാത്തവരോട് വെള്ളത്തിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത കാലം പിടിച്ച് ചില നിന്നാണ്. കുമാരനാശാന്റെ പോലും കാര്യത്തിൽ എനിക്ക് സംശയം. ആശാൻ എന്ന കൃതിയിലെ ചില വിമർശനങ്ങളൊക്കെ നടത്തി. അന്നത്തെ ചില വിഭാഗത്തിൽപ്പെട്ട ചിലർ കാണിച്ച ചിലതിനെയാണ് ആശാൻ നന്നായിട്ട് അങ്ങ് അവതരിപ്പിച്ചത്. അത് തിരുത്തണമെന്നൊക്കെ പറഞ്ഞപ്പോഴും ആശാൻ നിലപാടിൽ ഉറച്ചിരുന്നു. അതാണ് ആശാന്റെ വ്യക്തിത്വം. ഗുരുദേവനും നിലപാടുണ്ടായിരുന്നു. ഗുരു നമുക്ക് തന്നാണ് നിലപാട്. ഒടുക്കം മഹാറാണി ഇവിടെ വന്നേച്ച് ഗുരുദേവനെ കാണണമെന്ന് പറഞ്ഞ് കാർ അയച്ചു. ഗുരുദേവനോട് ചോദിച്ചു, കാർ അയച്ചത് കൊണ്ട് നാം പോകണോ? അങ്ങനുണ്ട്. നമ്മൾ കാറല്ല ബൈക്ക് കിട്ടിയാലും ഉടനെ ചാടി ഒരു ഇരിപ്പ്. ആരെങ്കിലും എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞ് ഉടനെ മേടിച്ച് വായിലിട്ടാൽ പറ്റും. നമുക്ക് പറ്റുന്നതാണ്, ആൾ കുഴപ്പമില്ലാത്തതാണ് ചിന്തി. അതാണ് വിവേചനം. മനസ്സിലായി? ഇപ്പോൾ രാവിലത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ വണ്ടിയിൽ കയറിയപ്പോൾ 2 പേരിയ്ക്കുന്നു. ഞങ്ങൾ റിസർവ് ചെയ്ത് 2-3 ദിവസം മുമ്പ്, എന്നിട്ട് തന്നെ വെളിയിൽ നിന്നൊക്കെ ഇടപെട്ട ആ സീറ്റ് കിട്ടിയത്. ഇവിടെ ആലപ്പുഴ റൂട്ടിൽ വണ്ടി കുറവാണ്. പിന്നെ ആലപ്പുഴ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ഇടവാണ്. കാര്യം ശ്രീനാരായണ ഗുരുദേവൻ്റെ പരമ ഭക്തർ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ആലപ്പുഴക്കാരാണ്. ഇപ്പം ആലപ്പുഴ ആയതുകൊണ്ട് പറയില്ല, ആലപ്പുഴയിലും കോട്ടയത്തും ഉള്ളത്ര ഭക്തി പലയിടത്തും അത്ര ഉണ്ടായിട്ടില്ല. ഇപ്പം വർക്കലയിൽ പോലും ഞാൻ 28 വർഷമായി വർക്കലയിൽ നിൽക്കുന്ന അവിടെ ഇതുവരെ ഒരു യൂണിറ്റ് നന്നായിട്ട് സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല. ഇപ്പം എന്തേണ്ട എന്നെയും അവിടെ ചന്ദ്രൻ ഡോക്ടറെയും കൂടെ ഏൽപ്പിച്ചിരിക്കുക. ഞങ്ങൾ 1-ാം തീയതി അവിടെ സംഘടിപ്പിക്കുക. ഞങ്ങളുടെ സുഹൃത്തുക്കളെ വെച്ച് സംഘടിപ്പിക്കുക. അവരെ കൊണ്ടുവന്നേച്ച് പിന്നെ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞ് പഠിച്ച് അവർ ഭക്തി വരും. അവർക്ക് ആദ്യം ഭക്തി വരത്തില്ല. അവരുടെ ആദ്യം ഒരു ഒന്നിനോടും പിടിതരാതിരിക്കും. നമ്മൾ ഭക്തിയിലാണ് ജനിക്കുന്നത്. ആലപ്പുഴക്കാരും കുട്ടനാട്ടുകാരൊക്കെ ശ്രീനാരായണ ഗുരുദേവ ഭക്തിയിലോട്ടാണ് അവർ പിറന്നു വീഴുന്നത്. ശ്രീനാരായണ ഗുരു ദർശനത്തിലേക്കും ശ്രീനാരായണ ദർശനത്തിൻ്റെ ആ ഗുരുവിൻ്റെ ആ ധർമ്മത്തിൻ്റെ പ്രതീകമാകുന്ന പീതപതാക മഞ്ഞ കണ്ടും മഞ്ഞ നമ്മുടെ വസ്ത്രങ്ങൾ ഒക്കെ കൂടുതലും മഞ്ഞയിലോട്ട് പോകും.
ഇനി ആ മഞ്ഞയ്ക്കും അപ്പുറത്തായിട്ട് വെള്ളയിലും മഞ്ഞ കണ്ട് പച്ചയിലും മഞ്ഞ കണ്ട് എല്ലാം ഒന്നെന്നുള്ള ആ ഒരു തലത്തിലേക്ക് പടിപടിയായി നമ്മൾ ഉയർന്നു വരണം. നമ്മുടെ സന്യാസം പോലും അകമയാകണം. ഗുരുദേവൻ പണ്ട് ഒരു സ്വാമിയുടെ കാര്യത്തിൽ പറഞ്ഞു, അനന്തക്ഷേനായി എന്ന് പറഞ്ഞ ഒരു അദ്ദേഹം ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടതാണ്. എല്ലാവരും ഈ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പൊരുതുകയും ഗുരുവായ ക്ഷേത്രത്തിലൊക്കെ ഇടപെട്ട് അദ്ദേഹത്തിന് ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഗുരുദേവൻ പറഞ്ഞ് സന്യാസം കൊടുത്തേക്കെന്ന് പറഞ്ഞു. അതിനായിട്ട് അവിടുത്തെ ട്രെയിനിങ് ഒന്നും വേണ്ട. അപ്പോൾ അവർ ശിബിരിലൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാം, അവരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാം. അവർ പറഞ്ഞ് 4 വർഷം ഇവിടെ ട്രെയിനിങ് വേണം. ഗുരുദേവൻ പറഞ്ഞ് എന്താ തടസ്സം, കൊടുക്കുമെന്ന് പറഞ്ഞു. അയ്യോ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആത്മാസ്വരൂപം, അദ്ദേഹം ശരിക്കും സന്യാസം മനസ്സ് വന്ന ആളാണ്. അതിനായിട്ട് പിന്നെ ഇവിടുത്തെ 4 വർഷത്തെ ട്രെയിനിങ് ഒന്നും വേണ്ട, എന്താ തടസ്സം, കൊടുക്കെന്ന് പറഞ്ഞ് അദ്ദേഹമാണ് ആനന്ദതീർത്ഥ സ്വാമിയാണ് അനന്തക്ഷേണായി ആയി മാറിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ത്യാഗം ഓർക്കണം. ബ്രാഹ്മണ സമുദായത്തെ എല്ലാ സെറ്റപ്പിലും ഒക്കെ വളർന്നു വന്നിട്ട് ഈ ജാതി വ്യവസ്ഥ മാറിക്കിട്ടുവാൻ വേണ്ടി, എല്ലാവരെയും ഒന്നായി കാണുവാനും എല്ലാവർക്കും എല്ലായിടത്തും ഇടം കിട്ടുവാൻ വേണ്ടിയും സ്വന്തം ശരീരത്തിന് പോലും പീഡനങ്ങൾ സഹിച്ച, ശാരീരിക പീഡനങ്ങൾ പോലും ഏറ്റ് അതെല്ലാം ഗുരുദേവനോടുള്ള ഗുരുദേവനെ അനുകമ്പാമൂർത്തിയായ ശ്രീനാരായണ ഗുരുദേവനോടുള്ള ഭക്തി കൊണ്ടാണ് എല്ലാ വിഭാഗത്തിലും പെട്ടവരെ ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. അതാണ് ഗുരു അവരെല്ലാം ഒരു കാന്തിക പ്രഭാവത്തിലേക്ക് വലിച്ചടിപ്പിച്ച് പിടിച്ചു നിർത്തി നിർത്താൻ. അതാണ് ഗുരുവിൻ്റെ ദൈവികത. അതുകൊണ്ടാണ് ഗുരുവിനെക്കുറിച്ച് പറയുമ്പോൾ കുമാരനാശാൻ പറയും, ആരന്ധകാര നിര നീക്കി നമുക്ക് ബോധം ആരബ്ധമാവതിന് പൊങ്ങി അഹസ്കരൻ പോൽ. നമുക്ക് ബോധമില്ലായിരുന്നു. ഈ വെള്ളമടിക്കുന്ന പലർക്കും എന്തോ ബോധമില്ലാത്തതുകൊണ്ട് ആരെങ്കിലും അവരൊന്ന് ശരിയായി ബോധവൽക്കരിച്ചാൽ അവരെ അതിൽ നിന്ന് മാറും. ഇപ്പം ബോധമില്ല, അറിവില്ലായ്മ. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞ് അവർ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അറിവുണ്ടാകട്ടെ. അറിവാണ് അവരെ എല്ലാം നന്നാക്കുവാനുള്ള ഏറ്റവും നല്ല ഉപാധി. നമുക്കൊരു നിലപാട് വേണം, അല്ലെങ്കിൽ നമ്മുടെ നില പാടായി മാറും, അല്ലെങ്കിൽ അനിയത്തെ കാണിച്ച് ചേർത്തിയെ കെട്ടിക്കുന്ന അവസ്ഥ. നമ്മൾ നിലപാടുണ്ടാണ്. അതാ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പറഞ്ഞ അഭിപ്രായം പറയണം. ഗുരുവിന് എല്ലാത്തിലും നിലപാട്. ഇപ്പം രാജ്ഞി കാണാൻ വന്നപ്പോഴേ അവസാനം ഗുരുദേവൻ കടൽ പുറത്തോട്ട് യാത്ര ചെയ്തപ്പം രാജ്ഞി മേടി വന്നു, ഇങ്ങനെ തൊഴുതു. രാജ്ഞി കാര്യം തിരുവിതാംകൂറെ രാജ്ഞിയാണ്, ഇത് പ്രത്യേകിച്ച് സന്യാസിയാണ്, അതും ഈഴവ സമുദായത്തിൽ അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഒരു രാജകുടുംബം ക്ഷത്രിയരെ തട്ട് ഈ തട്ടെല്ലാം കൂടെ തട്ടിയപ്പോഴാണ് ഗുരുദേവൻ ഒരു തട്ട്, വേണേ കണ്ടോട്ടെ, ഇല്ല നമ്മൾ അങ്ങോട്ട് പോയി എന്നെ കാണുന്നില്ലേ, അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞാണ് പറയിക്കുന്നത്. ഗുരു തൻ്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചു. അവർ കാണാൻ ആഗ്രഹമുണ്ടേ കണ്ടോട്ടെ. പക്ഷേ ഒരു സന്യാസി ഒരിക്കലും ആശ്രമം വിട്ട് ഒരു ശ്രമത്തിനും പോകരുത്. പോയാൽ പിന്നെ അവരുടെ ജീവിതം വിശ്രമമില്ലാത്ത കാലം. ഗുരുദേവൻ സന്യാസിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സന്യാസിമാരെക്കുറിച്ച് പറഞ്ഞത് ഒഴിച്ചുകൂടാത്ത, ഇപ്പോൾ നമ്മുടെ കുട്ടാട്ടിലൊക്കെ വന്നാൽ പെട്ടെന്ന് ചിലപ്പം അന്നൊക്കെ പോകാൻ പറ്റാതെ, ഒഴിച്ചുകൂടാത്ത സാഹചര്യങ്ങളിൽ മാത്രം ഒരു ഗൃഹസ്ഥൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ആയി കഴിയുന്നവൻ്റെ വീട്ടിലെ പരമാവധി 3 ദിവസം. പിന്നെ ഇടയ്ക്ക് ഈ സന്യാസി മഠത്തിൻ്റെയും പറഞ്ഞു, അവർ പോയാൽ തിരിച്ചു വരുന്നതിനൊരു സമയം, അതായത് അധികം സമയം കൊടുക്കുന്നില്ല. അങ്ങനെ ഗുരു കാണാത്ത എല്ലാ മനുഷ്യ സ്വഭാവത്തിൻ്റെ വക്രതകളെ, മനുഷ്യ സ്വഭാവത്തിൻ്റെ കുരുട്ടുകളെ, മനുഷ്യൻ്റെ കുശുമ്പുകളെ, മനുഷ്യൻ്റെ പണിവെപ്പുകളെ, പ്രത്യേകിച്ച് നമ്മുടെ സമുദായാംഗങ്ങൾക്കിടയിലുള്ള കിടമത്സരങ്ങളെ എല്ലാം കണ്ട് ദീർഘദർശനം ചെയ്ത മഹായോഗിയാണ് ഗുരുദേവൻ. SNDP യോഗമൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 1, 2, 3 എന്നിങ്ങനെ എഴുതുമ്പോൾ ഒരാൾ താഴോട്ട് പോകുമ്പോൾ അവനൊരു കുറവ്, വട്ടത്തിൽ പേരെഴുതാൻ പറയും. അങ്ങനെയുണ്ട്. പേരെഴുതുമ്പോൾ നമ്മുടെ ആളുകൾക്കൊരു പ്രശ്നമുണ്ടല്ലോ, എപ്പോഴും ഇടിച്ചിടിച്ച് മുന്നിൽ ഞാൻ മുമ്പ് വട്ടത്തിൽ പേരെഴുതാൻ പറയും. ഗുരുദേവൻ എല്ലാത്തിനും, എല്ലാ കാര്യത്തിലും. അതുപോലെ ചെത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ചെത്തുകാരനെ ഗുരുദേവൻ ഇതിന് വളരെ മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ തൊട്ടതൊക്കെ നാറും എന്നാ പറഞ്ഞു.
ഞാൻ ഈ കള്ളുകൂടിയും ഇത് തരികടിയും ഒന്നും ഇല്ല, അതുകൊണ്ട് എനിക്കത് പറ്റില്ല. അത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ പറഞ്ഞ് വളർത്തിയതാണ്. അപ്പോൾ അപ്പത്തിന് കള്ള് വേണം, പണ്ടൊക്കെ കള്ള്, അത് ഈസ്റ്റ് മേടിച്ചു അതിലവർ ഉപയോഗിക്കും. കള്ള് ഷാപ്പിൻ്റെ മണവും എന്തിനു പറയുന്ന മീൻചന്തയിലെ മണവും ഇതൊക്കെ ഇതൊന്നും വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് എനിക്കെന്തോ ഇഷ്ടമല്ല. ഇതെല്ലാം ശീലിച്ചാൽ മതി. ഗുരുദേവൻ പറഞ്ഞു ശീലിച്ചാൽ തീയിലും നടക്കാം. കേട്ടോ, ശീലിക്കണം. ഇടയ്ക്ക് ആത്മീയത വിട്ടുവിട്ട് പോകും. ഇങ്ങനെ ആത്മീയതയിലും ബോധത്തിലും ഒക്കെ നിൽക്കും, പിന്നെ വഴി തെറ്റിപ്പോയി ചിലർ. അതിനെക്കുറിച്ച് പറഞ്ഞപ്പം ഗുരുദേവൻ പറഞ്ഞ അതിങ്ങനെ നിലനിൽക്കണേ, നമ്മൾ കുളത്തിൽ കല്ലിടുന്ന കണക്ക് അതിന് പായൽ പിടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു കല്ലിട്ട്. നമ്മുടെ മനസ്സ് പൊടി തുടച്ച് നിർമ്മലമായിരിക്കണം. ആ നിർമ്മലമായ മനസ്സിൽ ഈശ്വര സ്വരൂപം തെളിയും. മനസ്സിലായി? നമ്മുടെ മനസ്സിൽ, അതിനാണ് ഗുരുദേവൻ അനുകമ്പ പറയുന്നത്. ഒരു പീഡ ഇറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും. കണ്ടോ, ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ ജീവിതം രക്ഷപ്പെട്ടു. എനിക്ക് വലിയ ടെൻഷനുകളൊന്നുമില്ല. എനിക്കിപ്പോൾ 60 വയസ്സിനടുത്തായി, 60 കുറഞ്ഞാലോ കൂടിയാലോ ഒന്നും എനിക്കൊരു പ്രശ്നം. മനസ്സിൽ ആവശ്യമില്ലാത്ത ഒന്നുമില്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകം മുഴുവൻ എല്ലാവരും ആരാ ദുഃഖം ആഗ്രഹിക്കുന്നു? എല്ലാവരും സുഖമാണ്. പലപ്പോഴും വണ്ടിയിലൊക്കെ വെയിലത്ത് കാറയിലൊക്കെ പോകുമ്പം പ്രായമായവരെയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായിക്കും. പിന്നെ വിചാരിക്കും ഇനി അവരങ്ങോട്ട് പോയി അറിയാം നമ്മുടെ വണ്ടി മുട്ടിയാൽ ചിലപ്പോൾ അവർ പിടിച്ചോണ്ടിരിക്കും, എനിക്ക് നഷ്ടപരിഹാരം വേണം. അതാണ് ഇപ്പോഴത്തെ കാലം. സഹായിക്കുമ്പം പോലും സൂക്ഷിച്ചില്ലെങ്കിലേ ആൾക്കാർ പ്രശ്നം. നമ്മൾ സഹായിക്കുന്നവർ തന്നെ ചിലപ്പോൾ നമ്മളോട് മോശം. അതുകൊണ്ട് അനുകമ്പ വേണം, ഗുരുദേവൻ പറഞ്ഞതുള്ള പോലെ. പക്ഷെ അർഹിക്കുന്നവർക്ക് അനുകമ്പ, പാത്രം അറിഞ്ഞ് ദാനം ചെയ്യും. ഒരു കണ്ണുകൂടി എന്നോട് അനുകമ്പ കാണിച്ചാൽ അവൻ നമ്മളെ കൂടെ കുടിപ്പിച്ചോളൂ. ഇപ്പം മടയിലെ ചേറിലെ കട്ടയിലെ ചേറിലെ തൊലിയിലെ അതിലൊക്കെ പെട്ടിങ്ങനെ ഒരുത്തൻ കിടക്കുമ്പോൾ അവൻ കള്ളും കുടിച്ചു പോണ്, അവന് നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ അവൻ്റെ മനസ്സിലെ ആ കുരുട്ട് വന്നിട്ട് അവൻ നമ്മളെ കൂടെ പിടിച്ച് കണ്ണടച്ച് ചേറ് പറ്റുന്ന അവസ്ഥ കിട്ടുക. ഒരു കള്ളുകൂടിനെ നമ്മൾ ബൈക്കിൻ്റെ പുറകെ കെട്ടി അവൻ പിന്നെ നമ്മുടെ വണ്ടി അങ്ങോട്ട്, പിന്നെ നമ്മൾ രക്ഷപ്പെടണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പം പാത്രം അറിഞ്ഞ് അർഹിക്കുന്നവർക്ക് സഹായിച്ചു. ഒരു ദിവസം ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിക്കണ്ട, ഈ ഉപകാരം ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ പ്രാർത്ഥനയുടെ ഗുണം കിട്ടും. മനസ്സിലായി? ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യാം, അതൊരു പ്രത്യേക മനസ്സന്തോഷമാണ്. നമുക്ക് എന്തെല്ലാം രീതിയിൽ ഉപകാരം ചെയ്യാം. വലിയ പണക്കാർ പണം കൊടുത്ത് സഹായിക്കും, വസ്ത്രം കൊടുത്ത് സഹായിക്കാം, ഭക്ഷണം കൊടുത്ത് സഹായിക്കാം. പിള്ളേർ പഠിച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് സ്വാധീനമുണ്ട്, അവർക്കൊരു ജോലി മേടിക്കാൻ സഹായിക്കാം. വിദ്യാഭ്യാസം, ഗുരുദേവൻ പറയല്ലോ, വിദ്യാഭ്യാസം നേടിയവരെ അല്ലെങ്കിൽ ധനമുള്ളവർ, ധനം വിദ്യയാകും, വിദ്യ പൊതുസേവനമാകും. സഹോദരൻ അയ്യപ്പന് സാമ്പത്തിക സഹായം ചെയ്യാൻ കുമാരനാശാൻ ഗുരുദേവൻ ഒരു എഴുത്ത് കൊടുത്തു. അന്നേരം പറഞ്ഞതാ, ധനം വിദ്യയാകും. നമ്മുടെ പണം കൊണ്ട് വിദ്യാർത്ഥില്ല, പണം കൊടുത്ത് പഠിച്ച് നമ്മൾക്ക് വിദ്യാഭ്യാസം കിട്ടും. ആ വിദ്യ പൊതുജന സേവനമാകും. ഉണ്ടോ? അപ്പം വിദ്യാഭ്യാസം നേടിയവരുടെ ഒരു ഉത്തരവാദിത്തമാണ് സമൂഹത്തിന് നന്മ ചെയ്യണം. നമ്മുടെ ഡോക്ടർമാരൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്നില്ലേ? നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൻ്റെ നല്ലൊരു അംശം മുടക്കിയ ഒരാളെ ഡോക്ടറാക്കാൻ സർക്കാർ നല്ലപോലെ പൈസ മുടക്കണം. അപ്പോൾ ആ ഡോക്ടർക്ക് ഈ സമൂഹത്തിലുള്ള അച്ഛനമ്മമാർ സഹോദരങ്ങളായി കണ്ട് അവരുടെ രോഗം മാറ്റുവാൻ അർപ്പണ ത്യാഗ മനസ്സോടെ പ്രവർത്തിക്കുവാൻ ഒരു മനസ്സുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മനസ്സ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സമൂഹത്തോടുള്ള കടപ്പാട് പൂർണ്ണമാകുന്നത്. അല്ലാത്തവർ, അതിനാണ് സ്വാമി വിവേകാനന്ദനും പറയും, വിദ്യാഭ്യാസം നേടിയവൻ അതിന് ഭാഗ്യം ലഭിക്കാതെ പോയ ഒരാളെങ്കിലും പഠിപ്പിച്ചില്ലെങ്കിൽ അവനെ ഞാൻ സാമൂഹിക ദ്രോഹി എന്ന് വിളിക്കുമെന്ന് സ്വാമി വിവേകാനന്ദൻ. അപ്പം നമുക്കറിയാവുന്ന അറിവ് പകർന്നു കൊടുക്കാം. ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, അറിവ് പകർന്നു കൊടുത്താൽ
അതെത്ര മെച്ചമാകും? വിവേകം താനേ വരുമോ? വരില്ല. ഉത്തമ ഗ്രന്ഥങ്ങൾ വായിക്കണം. നിങ്ങൾ ഗുരുവിനെ കുറിച്ചുള്ള നല്ല നല്ല പുസ്തകമുണ്ട്. നിങ്ങളുടെ അമ്മമാരും സഹോദരിമാരും ഒക്കെ കൂടുതലും കീർത്തന പുസ്തകങ്ങൾ, അത് മാത്രം പോരാ, ഗുരുവിൻ്റെ ദർശനം എന്തുവാണെന്നും ഗുരുവിൻ്റെ പ്രവർത്തനം എന്തുവാണെന്നും ഒക്കെ വ്യക്തമാക്കുന്ന ഗുരുവിൻ്റെ കൃതികളൊക്കെ തന്നെ ആദ്യമൊന്നും നമുക്ക് എല്ലാവർക്കും പിടികിട്ടില്ലായിരുന്നു. കുറേയെല്ലാം സംസ്കൃതത്തിലുമൊക്കെയാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ പിൽക്കാലത്തെ ബാലകൃഷ്ണൻ നായർ സാറ് നോക്കട്ടെ, അദ്ദേഹം ഒരു നായർ വിഭാഗത്തിൽപ്പെട്ട, പക്ഷേ ഗുരുവിൻ്റെ കാരുണ്യം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചുമകൻ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, നമ ശിവായ, നമ ശിവായ എന്നിങ്ങനെ പറഞ്ഞ് ആ പയ്യൻ അങ്ങനെ ഈ പരമാത്മാവിലേക്ക്, അത് ഈ സാറിന് ബോധോദയുണ്ടായി, വെളിപാടുണ്ടാക്കി. അങ്ങനെ ഗുരുവിനെ അറിയാനും ആത്മീയ മേഖലയിൽ അറിയുവാനും മനസ്സിലാക്കാനും സംസ്കൃത പണ്ഡിതനായ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികൾ, ഗുരുവിൻ്റെ കൃതികളെ വായിച്ച് മനനം ചെയ്ത് വ്യാഖ്യാനിച്ച്, അങ്ങനെ നമ്മുടെ ബ്രഹ്മവിദ്യാലയത്തിൽ എൻ്റെ ചേട്ടൻ ശിവഗിരി സ്വാമിയാകാൻ പഠിച്ചതാണ്. അതിൻ്റെ ഒരു ഗുണം എനിക്കുണ്ടായി. ബാല്യം തൊട്ടേ ശിവഗിരി മഠത്തിൽ പോകാനും വരാനും കഴിഞ്ഞു. ചേട്ടൻ്റെ കൂടെ പഠിച്ച സ്വാമിമാരൊക്കെ ഇവിടെ അവിടുത്തെ പ്രസിഡന്റ്, സെക്രട്ടറി, പ്രസിഡന്റ് സീനിയറായിരുന്നു, ബാക്കി സെക്രട്ടറി സ്വാമി പലരും ആയിട്ട് അറിയുവാനും മനസ്സിലാക്കാനും ബാല്യം തൊട്ടേ ശിവഗിരി മഠമായിട്ട് പരിചയിക്കാൻ കഴിഞ്ഞു. അങ്ങനെ വീട്ടിലും ഗുരുഭക്തി, അച്ഛനും ഗുരുഭക്തി, അമ്മ ഗുരുദേവ കൃതി എല്ലാം കാണാപ്പാടുമായിരുന്നു. എൻ്റെ അമ്മ സന്യസിക്കാൻ വരെ ഇരുന്നതാണ്, ഞങ്ങൾ സമ്മതിച്ചില്ല. അതിൻ്റെ ഉദാഹരണമാണല്ലോ. അച്ഛനും പൊതുരംഗം ഒക്കെ ആയിട്ട് വിവാഹമൊക്കെ താമസിച്ചാണ് കഴിച്ചത്. അതുകൊണ്ട് നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ അച്ഛൻ സ്കൂളിലെ സാറായി പെൻഷനായി. അച്ഛൻ സന്തോഷത്തോടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തുള്ളിച്ചാടിയാണ്. അന്ന് പല സാറന്മാരും മരണ വീട്ടിലെ പോലുള്ള സങ്കടപ്പെട്ട, ശമ്പളം നേരെ പകുതിയിലും താഴെയാവും. അപ്പം അച്ഛൻ മാത്രം തുള്ളിച്ചാടിയാണ് റിട്ടയർഡ്. അപ്പം പൊതുപ്രവർത്തനത്തിന് പോകാം, ആ ഒരു സന്തോഷമാണ്. ഞാനും റിട്ടയർഡ് ആയപ്പം കൂടുതൽ സന്തോഷിച്ചു. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി, ഗുരുവിൻ്റെ ദർശനം, മഹാപുണ്യമായ മഹാഗുരുവിൻ്റെ ജീവിതത്തിൻ്റെ കണ്ണു തെളിച്ചു തരുന്ന ദർശനമുണ്ട്. അത് പഠിച്ചനുഭവിച്ചറിഞ്ഞു ജീവിക്കുന്നവർക്ക് എല്ലാ സുഖവും, നമുക്കൊരാശങ്കയുമില്ല. ഗുരുവിനെ പഠിക്കുക, ഗുരുമാർഗത്തിൽ സഞ്ചരിക്കുക. അതാണ് ഗുരുദേവ ദർശനം പറയും, പ്രിയം അവരൻ്റേതെൻ പ്രിയം. കേട്ടോ, അവരന് പ്രിയമായി ചെയ്യുക. കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഈ മരുന്ന് കൊടുക്കുന്ന 3 രീതിയുണ്ട്. ഒന്ന്, ഇംഗ്ലീഷുകാരുടെ ഗുളിക, അത് പിന്നെയും പോട്ടെ, ഗുളിയം കഴിച്ച് വെള്ളം കുടിച്ച് തീർന്നു. ആയുർവേദക്കാരുടെ കഷായം, ഗോഷ്ഠി കാണിച്ചാൽ പലരും കഷായം കുടിക്കുന്നത്. വയറുകടിയൊക്കെ മാറണേ 1 മാസമെങ്കിലുമൊക്കെ ഇവരുടെ കഷായം ചെന്ന് പതിയെ ഫലം കിട്ടത്തുള്ളൂ. നടുവേദനയൊക്കെയാണ് മാറ്റിത്തരും പേരോടെ, പക്ഷേ കുറേ ക്ലേശിക്കണം. ഇവർക്ക് മാറുമ്പം വീട്ടിലുള്ളവർക്ക് നടുവേദനയാവും, ഇവർക്ക് മരുന്നരിഞ്ഞും ഇവർക്ക് വെള്ളം തിളപ്പിച്ചും പൂക്കുകയും എടുത്തുമെല്ലാം. അതേസമയം ഹോമിയോപ്പതിയോ, നമ്മുടെ അദ്ദേഹത്തിൻ്റെ മകൾ ഹോമിയോ ഡോക്ടർ, പിള്ളേർ ഒരു പൊതി എന്ന് പറഞ്ഞാൽ 4-5 പൊതി എടുത്ത് അടിച്ചത് മധുരമാണ്. അപ്പം മധുരത്തോടൊപ്പം മരുന്നകത്താക്കുക. കണ്ടോ, ഇതാണ് പ്രിയമായി പെരുമാറുക. അപ്പം നമുക്ക് ഒത്തിരി ശത്രുക്കൾ ഒഴിവായി കിട്ടും. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ ശ്ലോകം നമ്പർ 22, പ്രിയം അവരൻ്റേതെൻ പ്രിയം, സ്വകീയ പ്രിയം അവരപ്രിയം. കണ്ടോ, നമ്മളങ്ങനെ ചിന്തിക്കുക. ഞാൻ ഓരോ ദിവസം ചിന്തിക്കുക, എന്ത് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ശ്രീനാരായണ ഗുരുദേവൻ്റെ കാരുണ്യം കൊണ്ട് നാനാജാതി മതസ്ഥരായ ഗുരുഭക്തന്മാരെ ഗുരുവിന് വേണ്ടി കൊടുത്തു. അവരുടെ മകളുടെ രോഗം മാറ്റിയപ്പോഴോ, അവരുടെ കൊച്ചിൻ്റെ ഭ്രാന്ത് മാറ്റിയപ്പോഴോ, മക്കളില്ലാഞ്ഞ ആൾക്ക് മക്കൾ കിട്ടിയപ്പോഴോ ഉള്ള സന്തോഷത്തിന് ഗുരുവിനോടുള്ള ഭക്തി കൊണ്ട് നാനാജാതി മതസ്ഥർ എഴുതി കൊടുത്തതാണ് ഗുരുവിൻ്റെ സ്വത്ത്. ഈ സ്വത്തെല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ അവസാനം ഗുരുവിൻ്റെ അടുക്കയും ഗുരുദേവൻ്റെ അടുക്കലും ബലതന്ത്രം. ഗുരുദേവൻ വാർദ്ധക്യത്തിലൊക്കെ വയ്യാതെയൊക്കെ ചെല്ലുമ്പോൾ ഇവർ കേസും കാര്യം ആരായതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പറയുമ്പോൾ നമുക്കറിയാവുന്നവരൊക്കെ തന്നെ ആകും. അതുകൊണ്ട് പേര് പറയുന്നില്ല, തൊട്ട് കാണിക്കുന്നുമില്ല. ഒരിക്കൽ ഗുരുദേവൻ നാം മരുന്ന് കൊണ്ടും മന്ത്രം കൊണ്ടും നേടിയതാണ്, കിടക്കാനും കൂടി സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ലോക്ക് മറിഞ്ഞു താഴെ. ഇവർ പേടിച്ചു പോയി. ഗുരുദേവൻ ഭിത്തിയെന്നൊരു ക്ലോക്ക് പെട്ടെന്ന് വീണ്. ആ ശബ്ദമൊക്കെ കേട്ടപ്പോൾ ഈ വന്ന കക്ഷികൾ പേടിച്ചു പോയി. ഗുരുദേവനെയും ഒരു ഘട്ടത്തിൽ നമ്മുടെ മുൻഗാമികളിൽ അറിവ് കുറഞ്ഞവരും ചിലർ വിഷമിപ്പിച്ചു. അതാണ് ഇപ്പോഴും ഒക്കെ ചില വിഷമം ചിലയിടത്ത് ഇങ്ങനെ വിഷമം മാറാതെ നിൽക്കും.
നമ്മൾ വളർത്തി വലുതാക്കിയവരെ നമ്മൾ മറക്കരുത്. വന്ന വഴി മറക്കരുത്. നമ്മൾ ഒരിക്കലും, ഗുരുദേവൻ അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഗുരുദേവൻ പറഞ്ഞ് നമ്മളെ സഹായിച്ചവരെ മറക്കരുത്. നന്ദി സഹായിച്ചവരെ മറക്കരുത്. ഒരിക്കൽ ഒരു അമ്മ ഗുരുദേവൻ വരുന്നെന്നൊക്കെ അറിഞ്ഞ് ഒരിടത്തിരുന്ന ഗുരുദേവൻ്റെ കാര്യമൊക്കെ ഓർത്ത് അമ്മയുടെ കണ്ണ് നിറയെ എടുക്കുകയൊക്കെ ചെയ്തു. അതായത് ഗുരുദേവൻ പാടുപെട്ട് ഒരിക്കൽ വല്ലാതെ വിശന്നൊക്കെ വന്നപ്പോഴേ ഗുരുദേവന് ഭക്ഷണം കൊടുത്തതാണ്. അപ്പോൾ ആ ഗുരുദേവൻ അത് മറന്നിട്ടില്ല. ഗുരുദേവൻ അങ്ങ് ലോകത്തങ്ങ് എല്ലാവരുടെയും കാണപ്പെട്ട ദൈവമായി ആരാധനാപാത്രമായൊക്കെ വളർന്നു. ഗുരുദേവൻ അത് മറന്നില്ല. പിന്നെ ഉപദ്രവിച്ചവരോട് ക്ഷമിക്കണം. നമ്മളെ ചതിച്ചവരോടും ക്ഷമിക്കണം. അവർക്ക് പണി വെക്കാനോ അവരെ കേസിൽപ്പെടുത്താനോ ക്ഷമിക്കണം. അതിനെക്കുറിച്ചും ഗുരുദേവൻ പറഞ്ഞു, അറിവുള്ളവർ തെറ്റു ചെയ്യുകയില്ല. അറിവില്ലാത്തവരോടെ നമ്മൾ അനുകമ്പയോടെ പെരുമാറും. കേട്ടോ, നല്ലതല്ലേ? നമ്മുടെ ബന്ധുക്കളിൽ ചിലരൊക്കെ നമ്മൾ വലിയ സഹായമൊക്കെ ചെയ്ത് ചിലപ്പോൾ ഭാര്യയുടെ കെട്ടുതാല് വരെ പൊട്ടിച്ചു കൊടുത്ത് സഹായിച്ചവരായിരിക്കും. പിന്നെ ഇച്ചിരി ചില്ലറയും കെട്ടി പിള്ളേർ ഗൾഫിലും ഒക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ നോക്കുന്നില്ല, നമ്മളെക്കുറിച്ച് അപവാദം പറഞ്ഞ് വരുത്തുകയും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ സടകുടഞ്ഞെഴുതേക്കും. അങ്ങനെ ചെയ്യും, ഇങ്ങനെ വേണ്ട. ഗുരുദേവൻ പറഞ്ഞ അപ്പോൾ ഉപദ്രവിച്ചവരോടും അറിവുള്ളവർ തെറ്റി, അവർ അറിവില്ലായ്മയാണ്, നമ്മളോട് നന്ദിയോട്. അറിവില്ലാത്തവരോടെ നമ്മൾ അനുകമ്പയോടെ പെരുമാറണം. പകരം വിദ്വേഷിക്കരുത്. പക്ഷേ രണ്ടുപേർക്കും വീണ്ടും ഒരു അവസരം കൊടുക്കരുത്. അതാണ് ഗുരുദേവൻ എല്ലാ സന്ദർഭങ്ങളിലും പറയുന്നത്. നമ്മൾ സഹായിച്ച ഒരാൾ നമുക്കൊരു അത്യാവശ്യം വന്ന് 1 ലക്ഷം രൂപ തന്നു, അടുത്ത മാസം ഒരു അത്യാവശ്യം പിന്നെ 1 ലക്ഷത്തിന് ചെന്നിരിക്കും. എന്തൊരു പണിയാണ്! ചില പിരിവുകാരുടെ ചില ആൾക്കാരുണ്ട്, സഹായം എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു ഒഴിയാപാതയാണ്, പിന്നെ എപ്പോഴും അവരോട്. അപ്പം അത് പാടില്ല. ഒരിക്കൽ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ ആളിനെ പിന്നെയും ചെന്ന് ശല്യം ചെയ്ത് പിന്നെ അങ്ങനെ ആരെയും സഹായിക്കാത്ത അവസ്ഥയിൽ അപ്പം വീണ്ടും ഒരവസരം കൂടി ഉണ്ടാക്കരുത്. ഇനി നമ്മളെ ദ്രോഹിച്ചവൻ, നമ്മളെ ചതിച്ചവൻ, അവൻ ഒരിക്കൽ നമ്മളെ ദ്രോഹിച്ചാണ്, ചതിച്ചാണ്, അവനോട് അകലം പുലർത്തിയിരിക്കണം. വീണ്ടും നമ്മൾ തലവെച്ച് കൊടുക്കരുത്. വീണ്ടും അവൻ്റെ പഞ്ചാര വാക്കിൽ വെളുക്ക ചിരിയിലെ വീതി കൂട്ടി ചിരിക്കുമ്പോൾ ഉള്ളിൽ വീതുളി കയറ്റ് മൂർച്ച കൂട്ടും. ആകുമെന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, മതി, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അല്ല, ഞാൻ പ്രണയിക്കാൻ പോയി എൻ്റെ മകൻ ഓടി നടന്ന് പിന്നെ പ്രണയിക്കും. പ്രണയം വേണ്ട, നയമാകാം, സ്നേഹമാകാം. അപ്പോൾ അവർക്ക് എന്നോട് ഇഷ്ടം തോന്നി. ആ ദൈവദശകത്തിൻ്റെ അർത്ഥം പറഞ്ഞ ആ കൂട്ടുകാരത്തി നായർ വിഭാഗത്തിൽപ്പെട്ടാണ്, ജാതിക്ക് വേണ്ടി പറയല്ല. അപ്പോൾ ഗുരുവിൻ്റെ ദൈവദശകം കേട്ടപ്പോൾ ആ ജാതിയുടെ അതിർവരമ്പെല്ലാം വിട്ട് എന്തോ ഒരു സ്നേഹവും അടുപ്പവും ഉണ്ടാകുന്ന തരത്തിൽ അതിനകത്ത് നെഞ്ചേറ്റിലാളിക്കുന്ന ദൈവം, സ്വതന്ത്രനായ ദൈവത്തെ, ദൈവമേ കാത്തുകൾ അങ്ങ് കൈവിടാതിഞ്ഞു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവി വൻതോണി നിൽപ്പാൻ. അപ്പം ദൈവത്തെക്കുറിച്ച് ലോകോത്തരമായ ഒരു പ്രാർത്ഥന, ഇതുപോലൊരു പ്രാർത്ഥന എഴുതാൻ ദൈവ സാക്ഷാത്കാരം നേടി ദൈവമായി മാറിയ ഗുരുദേവനെ പറ്റും. ഗുരുവിലൊരു ദൈവികതയുണ്ട്, അതിപ്പോൾ ആൾക്കാർ അംഗീകരിച്ച് വരികയാണ്. നമ്മുടെ തലമുറയുടെ 1-2 തലമുറ മുൻപ് ആ ഗുരുദേവൻ ജീവിച്ചു പോയി. ശ്രീകൃഷ്ണനും യേശുദേവനും മുത്തുനബി ഇവരെല്ലാം ഒരു കാലഘട്ടത്തിൽ ആളുകൾക്കിടയിൽ ഇടപെട്ട് ജീവിച്ചു പോയത്. ആ തലമുറ കഴിയുമ്പോഴാണ് ആ ആരാധനയും ഭക്തിയും വരുന്നത്. ഇപ്പം അർജുനനും കൃഷ്ണനും ബന്ധുക്കളായിരുന്നുകൊണ്ട് വലിയ സ്വാതന്ത്ര്യം. കൃഷ്ണൻ്റെ ആ യഥാർത്ഥ സ്വരൂപം ഈശ്വര സത്തയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അർജുനന് കൃഷ്ണനോടുള്ള ആ ഭയഭക്തികൾ വർദ്ധിക്കുന്നത്. മറ്റേ അമ്മാവിൻ്റെയും അപ്പച്ചിയുടെയും മക്കളെന്നുള്ള ഇതാണ്. അപ്പം അടുത്തറിഞ്ഞുകൊണ്ടല്ല, അതിനാ കൂടുതൽ പറഞ്ഞ് കണ്ണു തുറന്നു കാണണം, കാണുന്നു കണ്ണിക തുറക്കിൽ അടക്കിൽ അന്ധതാൻ ഉള്ളിൽ മീവും അറിവിഞ്ഞു വരായികയാൽ. നമ്മുടെ അറിവെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു കണ്ണാടിക്ക് മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ രൂപം ആ കണ്ണാടിക്കകത്ത് കിടപ്പുണ്ട്. പക്ഷെ ആ കണ്ണാടി പൊടി പിടിച്ച് ഉപയോഗിക്കാതെ മലിനമായിരുന്നാൽ നമ്മുടെ രൂപം തെളിയും. നമ്മൾ അതിൻ്റെ കണ്ണാടി ഒന്ന് തെളിച്ച് അപ്പം നമ്മളുടെ മുഖം, നമ്മളുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, ശരീരം. ഇതുപോലെ നമ്മുടെ ഉള്ളിലെ ഈ അറിവിൻ്റെ എല്ലാം മൂലരൂപം കിടപ്പുണ്ട്.
അതിനെ ഒന്ന് തെളിച്ച്, അതിൻ്റെ കണ്ണ് തെളിച്ച് പൊടി മാറ്റി എടുക്കുമ്പോൾ, ആത്മസ്വരൂപം തെളിയുമ്പോൾ നമ്മളും ഈ ലോകവും ഈശ്വരനും നമ്മളും ഈ ലോകവും എല്ലാം ഒന്നാണ് എന്ന് തെളിയും. അതാണ് അദ്വൈത ദർശനം. അതുകൊണ്ടാണ് ഗുരുദേവൻ ദൈവത്തിനെ നീ സത്യം, ജ്ഞാനം, ആനന്ദം. ദൈവം അങ്ങ് ബാൽക്കണിയിലോ അല്ലെങ്കിൽ വലിയ ടിക്കറ്റും ഒക്കെ എടുത്ത് 7ാം നില മാളികയിൽ കയറി ഇരിക്കുകയല്ല. നമ്മളിൽ തന്നെ ഒരു വലിയ വിളക്ക് ക്ഷേത്രത്തിലുണ്ടെങ്കിൽ അതിൽ നിന്ന് കൊളുത്തിയ കൊച്ചു കൊച്ചു വിളക്കുകൾ പോലെ നമ്മുടെ എല്ലാ ഉള്ളിലിരിക്കുന്ന സത്ത്, അത് ഈശ്വര സത്തയുടെ ഭാഗമായത്. അതുകൊണ്ടാണ് മരിച്ചു പോകുമ്പോൾ ആ ജീവൻ, നമ്മളുടെ ജീവാത്മാവ് ഈശ്വരൻ എന്ന് പറയുന്ന പരമാത്മാവിൻ്റെ ഭാഗമാണ്. അതാണ് അദ്വൈതം. രണ്ടില്ല, നമ്മളിൽ തന്നെ ഈശ്വരനുണ്ട്. ജീവോ ബ്രഹ്മൈവ ന അപര. സംസ്കൃതത്തിൽ പറയും നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മം ഈശ്വരൻ, ന അപര, മറ്റൊന്നുമല്ല. അപ്പം ജീവാത്മാ പരമാത്മാക്കൾ ഒന്നാണ്. അതുകൊണ്ടാണ് ദൈവത്തെ നീ സത്യം, ദൈവം സത്യമാകുന്നു, നീ സത്യം, ജ്ഞാനം, ഏറ്റവും വലിയ അറിവ് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. ഏറ്റവും വലിയ അറിവ് ദൈവം. സത്യം, ജ്ഞാനം, ആനന്ദം, ഏറ്റവും വലിയ ആനന്ദം ഈശ്വരാനുഭൂതിയാണ്. പണ്ട് സെയിന്റ് അഗസ്റ്റിൻ ഈശ്വരാനുഭൂതിയെക്കുറിച്ച് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ അതെന്താണെന്ന് എനിക്കറിയാം, എന്താണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഗുരുദേവൻ ആത്മവസ്യ അനുഭവിയാതറിവീല അഖണ്ഡമാം ചിദ്ഘനം ഇതു മൗനഘനാമൃതാബ്ധിയാകും. ഗുരുദേവൻ ആ സാക്ഷാത്കാരം നേടി. ഗുരുവിൻ്റെ വത്സല ശിഷ്യനും ചിന്നസ്വാമിയും ഒക്കെ ആയിരുന്ന കുമാരനാശാൻ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ചെയ്തെങ്കിലും ഗുരു എത്തിയ ആ വലിയ തലത്തോളം കുമാരനാശാൻ എത്താൻ കഴിഞ്ഞില്ല. ആശാൻ ഒരു 45 വയസ്സായപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആശാൻ ഒരു ജീവിത കൊതിയനല്ലേ. ഒരു കവി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വികാരങ്ങളെ ഉൾക്കൊള്ളുന്ന ആളാണ്. ഒരു പൂ വിരിയുന്നത് പോലും ആ കവി മനസ്സിനെ ആർദ്രമാക്കും. ഒരു നല്ല ദൃശ്യം ആശാൻ പറയുന്നുണ്ടല്ലോ, വൈരാഗ്യമേറിയൊരു വൈദികനാട്ടെ ഏറ്റ വൈരിക്കുമുൻ വിടറിയോടിന ഭീരുവാട്ടെ നേരെ വിളർന്നു വിലസേടിന നിന്നെ നോക്കി ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം. കണ്ടോ, വീണപൂവിൽ പറയും, ഒരു പൂ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ ആരും നോക്കിപ്പോകും. അത് സന്യാസിയാണെന്നോ ആശാൻ പറയുക. കണ്ടോ, വൈരാഗ്യമേറിയവർ, ജീവിതത്തോടുള്ള വിരാഗാവസ്ഥ, വൈരാഗ്യം വന്ന്, ശത്രുതയല്ല, ജീവിത താല്പര്യം നഷ്ടപ്പെട്ട, അതായത് ഒരു സന്യാസി, ഭൗതിക മോഹങ്ങളൊന്നും എല്ലാം നിയന്ത്രിച്ചല്ലേ, അതെല്ലാം നഷ്ടപ്പെട്ട, ഈശ്വരനിൽ മാത്രം താല്പര്യമുള്ള വിരക്തനായ ഒരു സന്യാസിയാണെങ്കിൽ പോലും ഒരു പൂ വിരിഞ്ഞു നിൽക്കുന്ന കണ്ടാൽ നോക്കിപ്പോകും. സ്നേഹം നല്ല വികാരമാണ്. ടു ബി ലവ് ഈസ് എ പ്ലസന്റ് ഫീൽ. നമ്മുടെ കുമാരനാശം പോലും നല്ല ഒരു സ്നേഹം വന്നപ്പം ചെറുതായിട്ട് ചാഞ്ഞു. പക്ഷെ ഗുരുവിൻ്റെ മൗനാനുമതി വാങ്ങി അവസാനം ആശാൻ 45 വയസ്സ് വരെ ഈ സമൂഹത്തിന് വേണ്ടി സമുദായ പ്രവർത്തനത്തിനായിട്ട് രാപകലില്ലാതെ കഷ്ടപ്പെട്ടു. ഇന്നത്തെ പോലെ ബോട്ടും വണ്ടിയും ഫ്ലൈറ്റും ഒന്നും ഇല്ലാത്ത കാലത്ത് കാൽനടയായി, പൈസ ഇല്ല, തട്ടിമുട്ടിയാ പോകുന്ന നമ്മുടെ ആളുകളിൽ ജോലിയുള്ളവരില്ല, ഉണ്ടെങ്കിൽ തന്നെ തെക്കൻ മേഖലയിൽ നിന്നൊക്കെ സഹായിക്കാൻ ഇല്ല. പിന്നെ രാജഭരണകാലത്തൊക്കെ വല്ലതും സഹായിച്ച് വല്ലതും പിടിച്ച് രാജാവിൻ്റെ കോപം വലിയ പേടിച്ചോ. ഡോക്ടർ പൽപ്പുമൊക്കെ എന്തൊരു ചങ്കുറ്റമാണ് കാണിച്ചതെന്ന് ഓർക്കണം നമ്മുടെ സമൂഹത്തെ സംഘടിപ്പിക്കുവാൻ. രാജഭരണകാലമാണ്. അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ അന്ന് 5 രൂപ പോലും ശമ്പളമുള്ളവരില്ല സമുദായത്തിൽ. അദ്ദേഹം നിരന്തരം ഡോക്ടറായിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് 6000 നല്ല 400 മേൾ അദ്ദേഹത്തിന് അന്നുണ്ട്. ഡോക്ടർമാർക്ക് ഏത് കാലത്തും നല്ല ശമ്പളവും സെറ്റപ്പും ഉണ്ട്. ഡോക്ടർമാർക്ക് കിട്ടുന്ന ഏറ്റവും ശമ്പളം കിട്ടും, ഏറ്റവും ആദരവ് കിട്ടും. പക്ഷേ ഡോക്ടറാകുന്ന വലിയ പാടാണ്. എൻ്റെ മോനുമൊക്കെ രാപകൽ കിടന്ന് പഠിക്കുക. എനിക്ക് സങ്കടം തോന്നും. ഞാൻ അവനോട് പറയുന്നേടാ, നീ വല്ല കോളേജിലെ സാറായ പോരായിരുന്നു, ഇനി ഞാൻ എന്തോ ചെയ്യാനാ, രാത്രിയിലൊക്കെ ഇരുന്ന് പഠിക്കുക. കഴിച്ചെങ്കിലായി, കഴിച്ചില്ലേലായി, പലതിലൊന്നും. ഒരു 10-35 വയസ്സായാൽ അവരുടെ ജീവിതം ഒരു നിലയിലാകും.
നല്ല പെണ്ണ് കിട്ടാനും നല്ല സൗകര്യം കിട്ടാനും ഒക്കെ അവർക്ക് പാട് വരും. കൂട്ടുകാരെല്ലാം കെട്ടി പിള്ളേരും മക്കളും കൊച്ചുമക്കളും ആകുമ്പോഴായിരിക്കും ഇവർക്ക് സമയം കിട്ടും. അത്ര ജീവിതം അർപ്പിക്കുമ്പോഴാണ് നല്ല ഡോക്ടറാണ്. ഗുരുദേവൻ പറയുന്നു, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ. നോക്കി ഗുരുവിൻ്റെ കാരുണ്യം എത്രത്തോളം ചെന്ന്. ഒരു പീഡ എറുമ്പ് വളരെ നിസ്സാര ജീവിയാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ ശല്യം ചെയ്യുന്ന എറുമ്പ നമ്മൾ വഴി കൊടുക്കുന്ന എറുമ്പില്ല. പക്ഷെ ആ നിസ്സാര ജീവിയായ എറുമ്പിനെ എറുമ്പ് ഇതൊക്കെ മാറി എറുമ്പിനെ പോലും ദ്രോഹിക്കരുതെന്ന തരത്തിലുള്ള അനുകമ്പ. അതൊരു ജീവിയാണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര. ഈശ്വരനെ ഗുരു കാണുന്നത് കാരുണ്യ സാഗരമായിട്ടാണ്. അല്ലാതെ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കണ്ടാൽ അറിയാത്ത, ചിരിക്കാൻ അറിയാത്ത കളിമൺ പ്രതിമകളെ ഒരു സിനിമയുടെ തുടക്കത്തിൽ പാടും. അങ്ങനെയുള്ള ദൈവത്തെ അല്ല ഗുരു ആരാധിക്കുന്നത്. കണ്ടോ, എല്ലാം മനുഷ്യന്റെ വേദനകൾക്ക് പരിഹാരം കണ്ടെത്തുന്ന കാരുണ്യമൂർത്തികളെയാണ് ഗുരുദേവതാ സങ്കല്പത്തിൽ കാണുന്നത്. പരമശിവനോട് തന്നെയുള്ള കാരുണ്യം. പരമശിവനെ ഗുരു പ്രധാന സ്ഥാനത്ത്. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാൽക്കടൽ കടഞ്ഞു. അപ്പോൾ പാൽക്കടൽ കടഞ്ഞപ്പോൾ ദേവന്മാരും അസുരന്മാരും ഒരച്ഛൻ രണ്ടമ്മ മക്കളാണ്. രണ്ടുപേര് ശക്തരാണ്. അവരുടെ അച്ഛൻ ഒന്നാ, അമ്മ രണ്ടാ. അന്ന് സ്ത്രീകൾ ഉണ്ടായിരുന്നു, പുരുഷന്മാർ കുറവായിരുന്നു. പാൽക്കടൽ കടഞ്ഞു. അങ്ങനെ പല നല്ല വസ്തുക്കളും വന്നപ്പോൾ ഓരോന്നൊക്കെ ഈ ദേവന്മാർ അടിച്ചെടുത്തു. അപ്പം പിന്നെ അസുരന്മാർ അവരുടെ സ്വഭാവം കാണിക്കാതിരിക്കും. രണ്ടുപേരും കൂടെ കഷ്ടപ്പെടുന്നു. പാൽക്കടൽ കടയുന്നു. വാസുകി സർപ്പമാണ് ചരട്. മന്ദര പർവ്വതം ഇങ്ങനെ പർവ്വതം കടകോലെ കടഞ്ഞ് കഷ്ടപ്പെട്ട് പാടുപെട്ട് പാൽക്കടൽ കടഞ്ഞപ്പം പല ദിവ്യ വസ്തുക്കളും പൊന്തി വന്നു. ആ പാൽക്കടൽ കടഞ്ഞു വന്നപ്പോൾ ഇടയ്ക്ക് കാളകൂട വിഷം വന്നപ്പോൾ നല്ലത് വന്നപ്പോഴൊക്കെ ദേവന്മാർ അടിച്ചെടുത്തു. ദേവന്മാർ നല്ലവരാണേലും അവരുടെ കയ്യിലിരിപ്പ് ശരിയല്ല. നല്ലത് കിട്ടുന്ന അവരെടുക്കുക. ഇവർ രണ്ടുപേരും കൂടെ കഷ്ടപ്പെടുക. നല്ലത് വരുന്നതൊക്കെ മഹാലക്ഷ്മി വന്നപ്പോൾ മഹാവിഷ്ണു പറഞ്ഞാൽ എനിക്ക് ലക്ഷ്മി എനിക്ക് പറ്റിയ ആളാന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങ് എടുത്തു. ഓരോന്നെടുത്ത്. അപ്പോൾ ഇവർ വരട്ടെ, കാണിച്ചു തരാം. അവസാനം അച്ഛനൊന്നാണല്ലോ അമ്മ രണ്ടാണല്ലോ, അപ്പോൾ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ കാളകൂടം വിഷം വന്നപ്പോൾ നമ്മുടെ പരമശിവൻ ആ വിഷമെന്ന് പറഞ്ഞാൽ വിഷം പ്രശ്നമാണല്ലോ, ലോകം മുഴുവൻ നശിപ്പിക്കാൻ പവറുള്ള വിഷമാണ്, ഉഗ്ര വിഷമാണ്. അതിൻ്റെ ജ്വാല ഏറ്റാൽ തന്നെ ആൾ കറുത്തുപോകാൻ, തട്ടിപ്പോകാൻ. നമ്മുടെ പാവശുദ്ധനായ പരമശിവൻ കാരുണ്യത്തിൻ്റെ ദേവൻ. എനിക്ക് വന്ന കുടുംബമായിട്ട് കഴിയുന്നുണ്ട്. ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഇതുണ്ട്. ദേവിയും മക്കളും ഗണപതിയും സുബ്രഹ്മണ്യനും. പരമശിവൻ അതെടുത്ത് അങ്ങ് വീഴും. കണ്ടോ, അത് എഴുത്തച്ഛനും പറഞ്ഞിട്ടുണ്ട്. സ്വധർമ്മം അവിതാകാവ്യം വിധർമ്മകർമാദികൾ നരകഫലിതങ്ങൾ. നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി നമ്മുടെ കുടുംബത്തോടാണ്. നിങ്ങൾ കുടുംബം നോക്കാത്തവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കും. നിങ്ങളുടെ ഫസ്റ്റ് ഡ്യൂട്ടി ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിൽ കഴിയണം. ഭാര്യാഭർത്താക്കന്മാർ സ്നേഹത്തോടെ കഴിയുന്നിടത്ത് ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. പരമശിവന് അങ്ങനെ നീലകണ്ഠനായി. ആ നീലകണ്ഠനെയാണ്, ദ്രാവിഡ ദേവത കൂടിയായ പരമശിവനെയാണ് ഗുരുദേവൻ നമുക്ക് ആദ്യത്തെ ദേവനായി നമുക്ക് പ്രതിഷ്ഠിച്ചത്. ശിവൻ വരട്ടെ, അപ്പോൾ ശിവമുണ്ടാകും. കുറച്ച് മനുഷ്യപ്പറ്റുള്ള ദേവൻ. നമ്മുടെ ആ ദ്രാവിഡ ദേവതകളിൽപ്പെട്ടാണ് ശിവൻ. അതുകൊണ്ടാണ് ശിവനെ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചു. ശിവന് ശിവശതകം എഴുതിയിട്ടുണ്ട്, ശിവപ്രസാദ പഞ്ചകമുണ്ട്. ശിവശങ്കര സർവശരണ്യ വിഭു ഭവസങ്കട നാശന പാടി കവിസന്തതി സന്തതവും ഭവനാടകമാടുമരു. ഇനി ശിവനെ കുറിച്ച് ഗുരുദേവൻ അവിടെ വർണ്ണിക്കുന്നു. കണ്ടോ, ഗളമുണ്ടോ കറുത്തത്, കണ്ടോ, കഴുത്ത് കറുത്ത്. ഗളമുണ്ടു കറുത്തതു നീ ഗരളം കളമുണ്ടതു കൊണ്ടു കൃപാനിധി. ശിവനോട് ഗുരുദേവൻ ഈ അടുപ്പം വന്ന ഇതാ. ഒരു പൊതുപ്രവർത്തകനായ ദേവനായ ശിവന്മാർ, പൊതുജനങ്ങളുടെ നന്മ, ലോക നന്മയ്ക്ക്. വേറെ ദേവന്മാരുണ്ട്, അവരൊക്കെ കള്ളമടിച്ച് കളഞ്ഞപ്പോഴാണ് ശിവൻ കയറി ഈ കഷ്ടപ്പാട് ചെയ്തു. കണ്ടോ, ഈ ഉഗ്രവിഷം ശിവന്റെ കഴുത്ത് പോലും നീലിച്ചു പോയി.
അത്ര പവർഫുള്ളായിരുന്നു വിഷം, ലോകത്തെ മുഴുവൻ നശിക്കും. അപ്പം ലോകരക്ഷകനായ ശിവനെയാണ് ഗുരു ദേവതകളിൽ മുന്നിട്ട് കാണുന്നത്. ശിവനോട് ശിവപക്ഷപാതം എല്ലാ ദേവതകളെയും പറഞ്ഞിട്ടുണ്ടെങ്കിലും ശിവനും ശിവകുടുംബാംഗങ്ങളുമാണ് ഗുരുദേവൻ്റെ കൃതികളിൽ 35ഓളം വരുന്ന മലയാള കൃതികളിൽ കൂടുതലും ഭൂരിഭാഗവും 20 അടുത്തോളം ശിവനും ശിവകുടുംബാംഗങ്ങളും. ശിവനെക്കുറിച്ച് ശിവശതകം തന്നെ ഗുരുദേവൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ശിവപ്രസാദ പഞ്ചകം കണ്ടില്ലേ, ശിവന്റെ പര്യായം ചേർത്താ വിളിക്കുന്നത്. ശിവ മംഗളം, ശിവ ശങ്കര മംഗളം ചെയ്യുന്ന ശിവശങ്കര സർവ ശരണ്യ വിഭോ. ഭവസങ്കടം ഈ ലോക ജീവിതത്തെ നമുക്ക് ഒത്തിരി ദുഃഖമാണ്, അതിനൊക്കെ മാറ്റിത്തരാൻ ശിവനെ കഴിയും. ഭവസങ്കട നാശന പാഹി ശിവ, പാഹി പാഹി ശിവ. പാഹി എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക. രാമ രാമ പാഹി മാ, രാമ രാമ പാഹി മാം, എന്നെ രക്ഷിക്കണേ. കവിസന്തതി സന്തതവും തൊഴുവൻ ഭവനാടകമാടും അരുമ്പൊരുളെ. ഇനി അവിടെ പറയുന്നത് എന്നാ, ഗളമുണ്ട് കറുത്തതു നീ ഗരളം കളമുണ്ടത് കൊണ്ട് കൃപാനിധി. ഗുരുവിന്റെ അനുകമ്പാമൂർത്തിയായ ഗുരു അനുകമ്പയുടെ വലിയ മൂർത്തിയായ ശിവനെ തൻ്റെ ആരാധ്യ ദേവതയായി കാണും. പിന്നെ ഗുരുദേവൻ തന്നെ ശിവന്റെ അംശമായി മാറും. കുറച്ച് കഴിഞ്ഞ് ഗുരു ഒരു ക്ഷേത്രപ്രതിഷ്ഠ നടത്തുമ്പോൾ ശിവഗിരിയിലെ ഇടയ്ക്ക് ശിവക്ഷേത്രത്തിൻ്റെയും ഇതൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ പന്തലും ഒക്കെ വെച്ച് ശിവനും ശിവന്റെ നന്ദിയും ഒക്കെ ഉണ്ടായിരുന്നു. ഗുരുദേവന് വർക്കല അടുത്ത് ഒരിടത്ത് പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ഇതങ്ങ് കത്തിപ്പോയി. ഇത് ഗുരുദേവൻ പ്രതിഷ്ഠിച്ചല്ല, അതാണ് ഗുരുവിൻ്റെ സഹായി ഒരാൾ അവിടെ പ്രതിഷ്ഠ. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, നീ ഇങ്ങ് പോന്നോ, വേണ്ട നീ ഇങ്ങ് പോന്നോ അവിടുന്ന്, ഞാൻ അവിടെയും നീ ഇവിടെയും. ശിവനെ ഗുരു നീ എന്ന് പറഞ്ഞു. അതായത് ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരുവേ എന്നല്ല, സംസ്കൃത രീതിയിൽ ഗുരവേ നമ. മലയാളത്തിൽ നമുക്ക് ഗുരുവേ എന്നൊക്കെ പറയാം. പക്ഷെ നമ്മുടെ അറിവുകളിലെല്ലാം അക്ഷയഖനിയാണ് ഈ സംസ്കൃതം. അതുകൊണ്ടാണ് ഗുരുദേവൻ സംസ്കൃതം പഠിക്കണം. പിന്നെ സംസ്കൃതം പഠിക്കുന്നവർക്ക് ഇച്ചിരി ജാടയൊക്കെ ഉണ്ട്, ഇച്ചിരി മറ്റുള്ളവരുടെ തലേ കയറാനും ഒക്കെ. അങ്ങനെ ഒരു വടക്കൊരു പുന്നശ്ശേരി നിലകണ്ഠ തമ്പിയൊക്കെ ഗുരുവിൻ്റെ അടുക്കലെ ഒരല്പം പാണ്ഡിത്യമൊക്കെ കാണിച്ചു. ഗുരു 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ചേർന്നു ഗുരുവിനെ ആക്രമിക്കാൻ ചെന്നവരെയൊക്കെ ഗുരുദേവൻ്റെ അറിവിൻ്റെ ഇടയ്ക്ക് തവള കിടക്കുന്ന ആൾക്കാർ. ആദ്യം കുറച്ചൊക്കെ അറിയാവോ എടുക്കാമെന്നൊക്കെ ചോദിച്ച് ചില ചോദ്യമൊക്കെ ചോദിച്ചു. ഗുരുദേവൻ്റെ അടുക്ക പിടിച്ചിരിക്കാൻ പറ്റില്ല. പക്ഷെ ഗുരുദേവൻ ആരെയും കളിയാക്കത്തില്ല. ഈ അറിവില്ലാത്തവരോട് അങ്ങനാണോ എന്നൊക്കെ ചോദിക്കും. അല്ല നീ പോയി പണി നോക്കണ, ഗുരുവിൻ്റെ കാരുണ്യമാണ് അവിടെ. അറിവുള്ളവരോട് ഗുരു ആ രീതിക്ക് സംസാരിക്കും. ആധ്യാത്മിക കാര്യങ്ങൾ, വേദാന്ത കാര്യമൊക്കെ സംസാരിക്കും. അറിവ് കുറഞ്ഞവരോട് ഗുരുദേവൻ അവരുടെ നിലയിലേക്ക് വന്ന് സംസാരിക്കും. അത് ഗുരുവിൻ്റെ അനുകമ്പയുടെ ഒരു ഭാഗമാണ്. മനസ്സിലായി? സാധാരണ നമ്മളെ കളിയാക്കാനും നമ്മുടെ അടുക്ക ജാട കാണിക്കുകയൊക്കെ, ഇപ്പം ഒരാൾ വലിയ ജാടയും കാണിച്ചിരിക്കുന്ന അവൻ പരത്തൊല്ലി തട്ടി തെന്നി വീണാൽ നമ്മൾ ചിരിക്കും. ഗുരുദേവൻ ആരെയും കളിയാക്കത്തില്ല. അല്ലേ? അതാണോ ശരി? ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്ന ഒരു രീതിയാണ് ഗുരുദേവൻ. അത് ഗുരുദേവന്റെ വ്യക്തിത്വത്തിന്റെ ആ പ്രത്യേകത. ഒരു വീട് നിസാര ജീവിയായ ഉറുമ്പിനെ പോലും ദ്രോഹിക്കരുതെന്നുള്ള തരത്തിലുള്ള അനുകമ്പ നമുക്കുണ്ടാകണം. ഉറുമ്പല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളുടനെ നമ്മുടെ ചെരുപ്പേ കയറി, ചില ചെരുപ്പിലൊക്കെ ഉറുമ്പ് കണ്ടവാനും വരും. നമ്മൾ രാവിലെ അത്യാവശ്യം 1-2 അത്യാവശ്യ കാര്യത്തിനൊക്കെ പോകുമ്പോഴായിരിക്കും ഉറുമ്പ്. ഇതിനൊന്നും നമുക്ക് ക്ഷമയോ കിട്ടത്തില്ല, നമ്മൾ ചവിട്ടി ഞരടും. ഞാൻ ഈ അനുകമ്പാദേശത്തിൻ്റെയൊക്കെ വായനയിൽ ഞാൻ അതുമായിട്ട് പോയി, ഞാൻ അതിനോട് ശല്യപ്പെടുത്താനോ അതല്ല, എൻ്റെ കാലത്ത് തന്നെ ഇരുന്ന് തിരിച്ചു വന്നപ്പോഴും ഒരാൾ പോലും എന്നെ കടിച്ചില്ല. അപ്പം നമ്മൾ അതിനോടുള്ള നിലപാടും കാര്യവും അറിയുമ്പോൾ അത് കടിക്കുകയും പൊട്ടിക്കുകയും പറയാൻ വയ്യാത്തോടത്തോട്ടൊക്കെ യാത്ര ചെയ്യുന്നു. അതുപോലെ ഇപ്പോൾ ഒരു നായയെ കണ്ടാൽ തന്നെ നമ്മൾ അതിനെ ഒന്ന് എറിയണമെന്ന് ഒരു ലക്ഷ്യം വെച്ചാൽ അതേസമയം നമ്മൾ അതിനോട് ചേർന്നാണെങ്കിൽ അതിനെ ഉപദ്രവിക്കാൻ നമ്മുടെ അജണ്ടയിൽ ഇല്ല എന്നൊരു ധാരണ, അത് ബോഡി ലാംഗ്വേജ്, നമ്മുടെ മുഖഭാവം കണ്ടറിഞ്ഞിട്ട്. ഗുരുദേവൻ പുലിയും പാമ്പുമായിട്ടായിരുന്നു കൂട്ട്. ഒരിക്കലും ഇങ്ങനെ സമൂഹത്തിൽ എവിടെയോ പൊതുരംഗത്തിരിക്കുമ്പോൾ, നമ്മുടെ 2 സുഹൃത്തുക്കളെ വിട്ടാണ് ഇവിടെ വന്നത്. ഒന്ന് ആരാന്ന് ചോദ്യം, അടുത്ത് ആരാ സ്വാമി എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഒന്ന് ഒരു പാമ്പും ഒരു പുലിയും.
ഗുരുദേവൻ തപസ്സനുഷ്ഠിക്കുന്ന ആ ഗുഹയുടെ അടയിൽ രാവിലെയൊക്കെ വന്നേച്ച് പാമ്പ് ഒന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ ഗുരുവിനോട് സ്നേഹം. അതിൻ്റെ ഭാഷ, അതിന് ഭാഷയില്ല. എന്നെ നിനക്ക് ഇഷ്ടമാണോ എന്നൊക്കെ അതൊന്ന് കുണുങ്ങി അങ്ങ് പോകും. പുലിയും വന്ന് ചില തലോടലും വാലിന് ചില ടച്ചിങ്ങുമൊക്കെ നടത്തി. ഇതെല്ലാം മനുഷ്യനോട് ഇണങ്ങും. മനുഷ്യൻ്റെ സ്വഭാവത്തിൽ നിർവൈര്യം ഉണ്ടാകണം. ഗുരുദേവൻ പറഞ്ഞ ഒരാളോടും കോപം, ശത്രുത ഉണ്ടായിരുന്നു. ശത്രുതയുള്ളവർക്ക് അവർക്ക് ആ ഹാർട്ട് പ്രശ്നങ്ങളോടും എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല, ഉണ്ടാകാൻ സാധ്യത. പിന്നെ ഈ സ്കിൻ ഡിസീസ് ഉണ്ടാകും. ടെൻഷൻ പിടിക്കുന്നവർക്ക്, മറ്റുള്ളവരെ വെട്ടണം തട്ടണം മുട്ടണം എന്നൊക്കെ പറയുന്നവർക്കൊക്കെ രോഗങ്ങളുണ്ടാകും. നമ്മൾ ഒരാൾക്ക് അനുകൂലമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തെളിയുകയും മനസ്സും ശരീരവുമായിട്ട് വലിയ ബന്ധം, അവർ വലിയ കൂട്ടാണ്. നമ്മൾ മോശമായി ചിന്തിക്കുമ്പോൾ അതിൻ്റെതായ ക്യാൻസർ വന്നിട്ട് പോലും ആ മനസ്സിൻ്റെ തെളിമ കൊണ്ട് അസുഖം മാറ്റിയവരെ എനിക്കറിയാം. നമ്മുടെ അസംകുളയിൽ തന്നെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ അവർ തുള്ളിച്ചാടുകയായിരുന്നു. അവർ ചിലർക്ക് തോന്നും വട്ട് കേസാണ്. പക്ഷേ അവരെ ഗുരുവിൽ ആശ്വസിക്കുകയും ഗുരുവിൽ വിശ്വസിക്കുകയും ഇതെല്ലാം ഒരു പരീക്ഷണമായി കണക്കാക്കുകയും ആ കീമോതെറാപ്പി ഇതെല്ലാം സധൈര്യം നേരിടുകയും എടുക്കുകയും ചെയ്ത് ഇപ്പം ആത്മോപദേശ പഠനത്തിൻ്റെ ക്ലാസ് യൂട്യൂബിലൊക്കെ അവർ. അപ്പം നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഇഷ്ടം, ഒന്നുമില്ല, നമ്മുടെ മനസ്സാണ്. ചിലർ യാത്രയ്ക്ക് ഇറങ്ങിയിട്ട് വലിയ ടെൻഷൻ പിടിച്ച് അവർക്ക് പിന്നെ ബാത്റൂമിൽ പോകേണ്ടി വരും. അമിത ടെൻഷനുള്ളവർക്ക് കഴിച്ചാൽ ഉടനെ ബാത്റൂമിൽ പോകണം. അപ്പം നമ്മുടെ മനസ്സെന്നും തെളിഞ്ഞ സ്വച്ഛ നിർമ്മലമായിരിക്കണം. ഉണ്ടോ? പരിശുദ്ധമായ മനസ്സ്. അത് കുമാരനാശാൻ പറയും, ജഗതിക്കു സമൃദ്ധി കൂടണം, ഈ ലോകം മുഴുവൻ നന്നാകണം. ജഗതിക്കു സമൃദ്ധി കൂടണം, ഭഗവൻ തൊൽ കൃപ എന്നിൽ വായിക്കണം. അല്ലയോ ദൈവമേ, നിന്റെ കാരുണ്യമില്ല. അഖമൊക്കെ അകന്ന്, മനസ്സിലെ കളങ്കങ്ങളെല്ലാം ഒഴിഞ്ഞ്, അഖം പാപം കളങ്കം ഒഴിഞ്ഞ്, അഖമൊക്കെ അകന്നുദിക്കണം, സുഖം ഇഞ്ഞെൻ്റെ വിരോധികൾക്ക്. നമുക്ക് ശല്യം ചെയ്യുന്നവർക്കും സുഖം വരണേ എന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. നമ്മുടെ മനസ്സ് എത്ര തെളി. ജീവിതമാകുമ്പോൾ അറിഞ്ഞു അറിയാതെ നമ്മളെ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കും. തെറ്റിദ്ധാരണ പരത്തുന്നവർ വരെയുണ്ട്. ഒന്നോ രണ്ടോ പേരോടല്ല, നാട്ടിൽ മുഴുവൻ അടിച്ച് ന്യൂസാക്കിക്കളും. ഇങ്ങനെ ജീവിതത്തിൽ നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ട് പലപ്പോഴും നമ്മൾ പീഡിപ്പിക്കപ്പെടും. അങ്ങനെയൊക്കെയുള്ള സമയത്തെ നമ്മളെ യേശുദേവൻ പറഞ്ഞില്ലേ, അദ്ദേഹം ദൈവപുത്രനായിട്ടാണ്. പക്ഷേ അന്നത്തെ നീതിപീഠത്തിലൊക്കെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിക്കുകയും രാജാവിൻ്റെ അന്യായമൊക്കെ അറിയിക്കുകയും എന്നൊക്കെ ചെയ്ത് അദ്ദേഹത്തെ കൊല്ലാനും എടുക്കാനും ഒക്കെ പല പണിയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് അന്ന് വേണ്ട വെളിപാടുകളൊക്കെ കിട്ടി. അദ്ദേഹത്തിൻ്റെ രക്ഷാവ് ദൈവപുത്രനാണ്. അപ്പം അദ്ദേഹത്തെ അവരന്ന് കുരിശിലേറ്റി പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞു. കയ്യിൽ ആണിയൊക്കെ അടിച്ച് പിടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അമ്മ കണ്ട സങ്കടം വരുന്ന അവസ്ഥയിൽ യേശു അദ്ദേഹം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ ദൈവിക മഹത്വം. അപ്പോൾ യേശുദേവൻ അങ്ങനെ അദ്ദേഹത്തെ ഇവർ പീഡിപ്പിക്കുമ്പോൾ വിഷമിപ്പിക്കുമ്പോൾ നീയൊക്കെ തൊലഞ്ഞു പൊട്ടേടാന്ന് ചിന്തിച്ചില്ല. അദ്ദേഹം, കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണം. എന്നിട്ട് അതുതന്നെയല്ലേ ഗുരുദേവനും പറയുന്നത്, അറിവുള്ളവർ തെറ്റു ചെയ്യുകയില്ല, അറിവില്ലാത്തവരോട് നമ്മളെ അനുകമ്പയോടെ പെരുമാറും. ഈ ഗുരുദർശനമാണ് കുമാരനാശാന്റെ ഒരു കവിതയിലും വരുന്നുണ്ട്, അനുകമ്പ. കുമാരനാശാനെ നമ്മൾ അറിയുന്ന മഹാകാവ്യം എഴുതാതെ തന്നെ മഹത്തായ ജീവിത ചിത്രണം നടത്തി മലയാളികളെ പുതിയ ലോകത്തേക്ക്, ആദർശത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, അനുകമ്പയുടെയൊക്കെ പുതിയ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആശാന്റെ കൃതികൾ മലയാളികളെ സ്നേഹിക്കുവാൻ ഒരു സന്യാസിയെ വരെ കൂട്ടുകാരത്തി കയറി പ്രേമിച്ചു കഴിഞ്ഞിട്ട് സന്യാസിയുടെ മനസ്സൊന്ന് ഇടഞ്ഞുപോയി. എന്നിട്ട് ആശാൻ പറയുന്നു, നിർമ്മല പ്രേമമാം വലയിൽ ആരു വീണിട. സന്യാസി സാധാരണ ലോകജീവിതം കുടുംബജീവിതം ഒക്കെ വേണ്ടെന്ന് വെച്ചാൽ ആ സന്യാസിയെ പോലും ഒരു വലിയ കളിക്കൂട്ടുകാരത്തി ചെന്ന് പറഞ്ഞ്, അങ്ങയില്ലെങ്കിൽ ഞാനില്ല, അതെ എൻ്റെ ജീവിതം ദേവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നളിനി എന്ന് പറയുന്ന കഥാപാത്രം കുമാരനാശാൻ ആ സന്യാസിയുടെ മനസ്സ് പോലും ഉലയ്ക്കാൻ ഒരു സ്നേഹനിധിയായ പഴയ കളിക്കൂട്ടുകാരിയായ നളിനിക്ക് വേണ്ടി. അതുപോലെ ആശാന്റെ കൃതികളിലെല്ലാം സ്നേഹത്തിൻ്റെ പരീക്ഷണശാലകൾ. കുമാരനാശാനെ കൊണ്ട് ഈ സുന്ദരമായ കാവ്യങ്ങൾ, നളിനി, ലീല, അതുപോലെ ചണ്ടാല ഭിക്ഷുകി, ദുരവസ്ഥ
തുടങ്ങിയ കാവ്യങ്ങളൊക്കെ എഴുതിക്കുവാൻ ഉള്ള പ്രചോദനം കൊടുത്തത് ഈ മഹാഗുരുവിൻ്റെ സാന്നിധ്യവും ഗുരുദേവനോട് അടുത്ത് നിന്ന് ഈ മഹാഗുരുവിൻ്റെ ശിഷ്യനായി കണ്ടും കേട്ടും അറിഞ്ഞും കിട്ടിയ അറിവ് ആശാൻ തൻ്റെ കൃതികളിലൂടെ, കഥാപാത്രങ്ങളിലൂടെ, കഥാകാവ്യങ്ങളിലൂടെ. അപ്പം ആശാൻ്റെ ഒരു നാടകമുണ്ട്, അതും അനുകമ്പയുടേതാണ്. ആ നാടകത്തിലെ വിചിത്ര വിജയം, കുമാരനാശാനെ നമ്മൾ അറിയുന്നത് മഹാകവി കുമാരനാശാൻ, മഹാകാവ്യം ആശാൻ എഴുതിയിട്ട്. പക്ഷേ ആശാനെ മഹാകവി എന്നറിയുന്നു. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മഹാകവി എഴുതുന്ന ആളാണ് മഹാകവി. ഉള്ളൂരാണെങ്കിൽ മഹാകവി ഉമാകേരളം എഴുതി. വള്ളത്തോൾ കുട്ടികളൊക്കെ വേണ്ടി അറിയാം, ചിത്രയോഗം എന്ന് പറയുന്ന മഹാകവി. കുമാരനാശാൻ മഹാകാവ്യം വലിയ കാവ്യങ്ങൾ, സർഗങ്ങൾ വേണം, വലിയ സൈസായിരിക്കണം, എടുത്താൽ നടുവേദന പിടിക്കണം, വലിയതായിരിക്കണം. പക്ഷേ ആശാനെ മഹാകവിയായിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആശാന്റെ ഖണ്ഡകാവ്യങ്ങളാണ്. പക്ഷെ ആ ഖണ്ഡകാവ്യങ്ങളുടെ ജീവിത ചിത്രണം, ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് ലഭിച്ച ആ ഒരു സംസ്കാരം, ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച, ഇതെല്ലാം ആശാന്റെ കൃതികളിൽ ജീവിതത്തെ പുതിയ ഒരു തരത്തിൽ കാണാനും ഉദാത്തമായ തരത്തിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞു. ഓർക്കണം. അതുകൊണ്ട് ആ ഗുരുദേവൻ അനുകമ്പാശാലി, മരിച്ചാലും മരിക്കുന്നില്ല, കീർത്തിയാകുന്ന ശരീരം സ്വീകരിച്ച് അവരിങ്ങനെ ഉയർത്തുകൊണ്ടിരിക്കും. പൂജയുടെ സമയമൊക്കെ ആയതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗുരുവിനെക്കുറിച്ചോ ഗുരുദർശനത്തെ അനുകമ്പാദേശത്തിൻ്റെ ഒരു സൈഡിലോട്ട് കയറിയതേ ഉള്ളൂ. അത് പറയുമ്പോൾ ഇങ്ങനെ ഗുരുദർശനം മുഴുവൻ അനുകമ്പ, നന്മ ചെയ്യുവിൻ, നല്ലവരായിരിക്കും, മറ്റുള്ളവർക്ക് പ്രിയമായി ചെയ്യുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, ക്ഷമിക്കുക, പൊറുക്കുക, ജീവിക്കുക, ജാതി മതങ്ങൾക്കപ്പുറത്തായിട്ട് ഒരു സ്നേഹമായി കഴിയുക, അയൽവക്കത്തായോണ്ടാണ് നമുക്ക് കഴിയുന്ന സഹായങ്ങളെ നമ്മൾക്കതില്ലാത്തവർക്ക്, അത് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കണം. ഭക്ഷണമാകാം, വസ്ത്രമാകാം, സാമ്പത്തികമായി ഇങ്ങനെ കൊടുത്ത് നമ്മൾ ശ്രീനാരായണ ഭക്തരായി ഗുരുവിനെ കാണപ്പെട്ട ദൈവമായി കണ്ട് നൊന്ത് വിളിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യമുണ്ടാകും.